ധർമ്മശാസ്താവിന്റെ ബാലസ്വരൂപമാവാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ബാലരൂപമാവാം. ആ സമയത്ത് ഓടിപ്പോയി, അല്ല, ഇടത്ത് നിന്ന് വലത്തോട്ടാണ്, ഹൃദയത്തിന് പാരലായിട്ട് ഇങ്ങനെ പോയി. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ആചരിച്ചാൽ ദേവൻ നിങ്ങളിൽ പ്രസാദിക്കും. എന്താണ് ഉത്സവം? നമ്മളെല്ലാ പ്രാവശ്യവും ഇതിലും എഴുതിയിട്ടുണ്ട്, തിരു ഉത്സവം. എന്താണ് ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ? ചൈതന്യത്തിന്റെ മുകളിലേക്കുള്ള ഒഴുക്കിനെയാണ് ഉത്സവം. ഉത്തെന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, സവം എന്ന് പറഞ്ഞാൽ ഒഴുക്ക്. ആരുടെ ഒഴുക്കാണ്? സാക്ഷാൽ ധർമ്മശാസ്താവ് തന്റെ ചൈതന്യത്തെ മുകളിലേക്ക് ഒഴുക്കുന്ന അവസ്ഥയാണ് ഉത്സവം. എന്തിനാ തിരു ചേർത്തത്? തിരു എന്ന വാക്ക് ശ്രേഷ്ഠതയാണ്, അല്ലെ? തികാരം ശ്രേഷ്ഠതയെ കാണിക്കുന്നു. നമ്പൂരി എന്ന യഥാർത്ഥ വാക്ക്. നം വേദം പൂരേതി ഇത് നമ്പൂരി. ആരാണോ വേദത്തെ പഠിപ്പിക്കുന്നത് അയാളെ നമ്പൂരി എന്ന് വിളിക്കുന്നു. പിന്നെ അവിടെ ഒരു സാധനം ചേർത്തു. എന്താണ്? തികാരം ചേർത്തു, ശ്രേഷ്ഠതയുടെ. നമ്പൂതിരി സാമൂരിയാണ് യഥാർത്ഥത്തിൽ. അതിന് തികാരം എന്ന ശ്രേഷ്ഠതയെ കാണിക്കുന്ന വാക്ക് ചേർത്തപ്പോൾ സാമൂതിരിയായി. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തില് തിരു ഉത്സവം എന്ന് പറഞ്ഞാൽ അതിന് ശ്രേഷ്ഠതയാകുന്ന തികാരത്തെ ചേർത്തിട്ട് ആ ഉത്സവത്തെ, ദേവചൈതന്യത്തിന്റെ മുകളിലേക്കുള്ള നിറഞ്ഞു കവിഞ്ഞുള്ള ഒഴുക്കിനെയാണ് ഉത്സവം എന്ന് പറയുക. നമുക്കറിയാം, എല്ലാ വർഷവും നമുക്ക് ഉത്സവം ഉണ്ടല്ലേ. പക്ഷെ മനുഷ്യന്റെ 365 ദിവസം എന്ന് പറയുന്നത് ദേവന്റെ ഒരു ദിവസമാണ്. അപ്പൊ ദേവൻ എല്ലാ ദിവസവും ഉത്സവം ഉണ്ട്, അല്ലെ? അപ്പൊ ഉത്സവം എന്തിനാ നടത്തുക? ഒരു വർഷം വരെ നമ്മള് പ്രാർത്ഥിച്ച്, നമ്മൾ പോയി ക്ഷേത്രത്തിൽ പോവുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെ? നമ്മൾ അവിടെ പോയി കുറ്റം പറയാറുണ്ട്, നമ്മൾ അവിടെ പോയി പൊട്ടിക്കരയാറുണ്ട്, നമ്മൾ അവിടെ പോയി ഉച്ചത്തിൽ ചിരിക്കാറുണ്ട്, കമ്മറ്റിക്കാർ അതിനകത്ത് തമ്മിൽ തല്ലാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചൈതന്യ ലോപങ്ങൾ ഉണ്ടാകും ക്ഷേത്രത്തില്. 64 കലകളുമുള്ള ഒരു കലശമാണ് ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുള്ളത്. അതിനിടക്ക് ദ്വാരം വരും, അതിനകത്തുനിന്ന് ചോർച്ച ഉണ്ടാവും ചൈതന്യത്തിന്. ആ ചോർച്ചയെ പരിഹരിക്കുവാനാണ് ഇവിടെ ഈ നടക്കുന്ന 10 ദിവസത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ. ദേവചൈതന്യത്തെ കലകൾ ശയിക്കുന്നത് എന്നർത്ഥം വരുന്ന കലശമൊക്കെ നടത്തി ആ ചൈതന്യത്തെ ഉത്തമമായി പരിപോഷിപ്പിച്ച് വീണ്ടും ആ കലശത്തെ നിറയ്ക്കലാണ്, ആ ചൈതന്യത്തെ നിറയ്ക്കലാണ് ഉത്സവം. അതുകൊണ്ടാണ് പള്ളിവേട്ടയില്ലേ ഇവിടെ, അല്ലേ? ആറാട്ടില്ലേ, എഴുന്നള്ളത്തില്ലേ, പുറത്ത് താലപ്പൊലി ഘോഷയാത്രകളില്ലേ? ഇതൊക്കെ എന്തിനാ? ദേവൻ തന്റെ പ്രജകളെ കാണാൻ പുറത്തെഴുന്നള്ളി പള്ളിവേട്ടയും പള്ളിക്കുറുപ്പും എന്ന് പറയുന്ന അവസ്ഥയില് ആസുരീകമായ കലകളെയെല്ലാം ഭഗവാൻ നിഗ്രഹിച്ച് പൂർണ്ണമായ ആറാടി ശ്രീലകത്ത് കയറുമ്പോൾ ഒരു വർഷം നമ്മളെ കൊണ്ടുണ്ടായ ഗുണവും ദോഷവും ഒന്നുകൂടെ താരതമ്യം ചെയ്ത് ആ ചൈതന്യത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. എല്ലാ വർഷവും ഉത്സവം നടത്തിയാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിൽ ചൈതന്യം നിലനിൽക്കൂ. കാരണം ദേവൻ അതെല്ലാ ദിവസവുമാണ്. പക്ഷെ നമ്മൾ കാര്യം അറിയാതെ വന്നിട്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്, അല്ലെ? ഇപ്പൊ ധർമ്മശാസ്ത്രമാണ്. എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നറിയാവോ? എത്ര പ്രദക്ഷിണം ചെയ്യാം? എത്രയാണ്? ഒരാള് 3 പറഞ്ഞു, ഒരാള് 4 പറഞ്ഞു. കൂടുതലും ഭൂരിഭാഗം 4 ചെയ്യേണ്ടത്. കാരണം വിഷ്ണുച്ച ശാസ്ത്രി, വിഷ്ണുവിനും ശാസ്താവിനും 4 പ്രദക്ഷിണം ചെയ്യണമെന്നാണ് നമ്മളുടെ ആചാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗണപതിക്ക് എത്രയാ? 1. ശിവൻ എത്രയാ? സുബ്രഹ്മണ്യൻ എത്രയാ? 2 കൈ പൊങ്ങി. സുബ്രഹ്മണ്യന് ഇവിടെ ഒരാൾ 5 പറഞ്ഞു, അമ്മ 5 പറഞ്ഞു, അവിടെ 5 പറഞ്ഞു, ഒരാൾ 6 പറഞ്ഞു, അവിടെ 6 പറഞ്ഞു. സുബ്രഹ്മണ്യന് ഷൺമുഖൻ എന്ന പേരേ ഉള്ളൂ, പ്രദക്ഷിണം 6 പറഞ്ഞിട്ടില്ല. 6 ഭഗവതിക്കാ പറഞ്ഞിട്ടുള്ളത്. സുബ്രഹ്മണ്യന് 5 പ്രദക്ഷിണമാണ്. കേൾക്കുന്നുണ്ടോ? ഉണ്ട്. അതായത് ഗണപതിക്ക് 1, ആദിത്യന് 2, ശിവന് 3, വിഷ്ണുവിനും ശാസ്താവിനും 4, സുബ്രഹ്മണ്യൻ 5, ഭഗവതിക്ക് 6, അരയാലിന് എത്രയാ? 7. അപ്പൊ അതൊരു പ്രമാണമുണ്ട്. കുംഭീ വക്രോ രവോ ഗംഗാധരേ വിഷ്ണുച്ച ശാസ്തരി ഷൺമുഖോ സുംബസൂദിന്യാം വൃക്ഷരാജേപ്യം വിധി. അങ്ങനെ പ്രദക്ഷിണത്തിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് പോയാൽ മാത്രമേ
നമുക്കൊരു ക്ഷേത്രത്തിൽ ചൈതന്യത്തിന് പൂർണ്ണത വരുള്ളൂ, നമുക്ക് അനുഗ്രഹത്തിനും പൂർണ്ണത വരുള്ളൂ. കാരണം എന്താണ്? ആ ഓരോ ക്ഷേത്രത്തിലും പ്രദക്ഷിണം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഞരമ്പുകൾ ബോഡിയിൽ എങ്ങനെ അടക്കം ചെയ്തിട്ടുണ്ടോ അതുപോലെയാണ്. ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിന്റെ പ്രത്യേകത എന്താ? പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യുവോ? ഇല്ല. എന്തുകൊണ്ടാണ്? ശിവൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്, വിഷ്ണു എന്ന് പറയുന്നത് ഇവിടം വരെയാണ്, ബ്രഹ്മാവ് എന്ന് പറയുന്നത് താഴത്തോട്ടാണ്. അപ്പൊ ശിവൻ ശിരസായതുകൊണ്ടും ശിരസില് നമ്മുടെ തലച്ചോറ് അടുക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സവ്യാപ സവ്യമാർഗം. ഡോക്ടർമാരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ശിരസിൽ ഇങ്ങനെ തലച്ചോറ് അടുക്കിയിരിക്കുന്നത് സവ്യാപ സവ്യമാർഗത്തിലാണ്. അതുപോലെയാണ് ശിവക്ഷേത്രത്തിൽ മുന്നിൽ നിന്ന് ആരംഭിച്ച് ഓവ് വരെയും പോയി തിരിച്ച് ബലിക്കല്ലിനുള്ള ഉള്ളിലൂടെ വരണമെന്നാണ്. ബലിക്കല്ലിനുള്ളിലൂടെ മുന്നിൽ വന്ന് വീണ്ടും ഓവ് വരെയും പോയി പ്രദക്ഷിണം പൂർത്തീകരിക്കണം എന്നാ പറയുക, അല്ലേ? ഇതൊരു മഹാക്ഷേത്രം അല്ലേ? അപ്പൊ ഇവിടെ ആദ്യം ആരെയാ തൊഴേണ്ടത്? ആരെയാ? അതകത്ത് കയറിയിട്ടല്ലേ. മഹാക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്താ ചെയ്യുക? ഗോപുരം ഉണ്ടല്ലോ, ഗോപുരം ദേവൻ ഇങ്ങനെ കാലും നീട്ടിയിരിക്കുക. ഈ കാലിങ്ങനെ നീട്ടിയിരിക്കുന്ന ഭാവമാണ് ഒരു ക്ഷേത്രം. അപ്പൊ ഗോപുരത്തിൽ ഭഗവാന്റെ പാദമാണ് ഗോപുരം. അപ്പൊ ആ ഗോപുരത്തെ വണങ്ങി അകത്ത് കയറണം. അതിനുശേഷം കാണുന്നത് എന്താണ്? ദേവന്റെ നട്ടല്, അല്ലെ? ഇടാ, പിങ്കള, സുഷുമ്ന 3 നാഡീഞരമ്പുകളോടുകൂടി ഉത്സവകാലത്ത് കുണ്ടലിനി ശക്തിയാകുന്ന ചൈതന്യത്തെ മുകളിൽ കൊടിക്കൂറയാകുന്ന അവസ്ഥയിൽ ഉയർത്തിക്കെട്ടി നമ്മളെയെല്ലാം സന്തോഷിപ്പിക്കുന്ന, നമ്മളെയെല്ലാം ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന, നമുക്കെല്ലാം ചൈതന്യം തരുന്ന ആ കുണ്ടലിനി ശക്തി ഉയർത്തിക്കെട്ടിയിരിക്കുകയാണ്, അല്ലേ? അപ്പൊ ആ കൊടിമരത്തില് കണ്ടു തൊഴണം, അല്ലെ? ആരെ തൊഴണം? ധർമ്മശാസ്താവാണെങ്കിൽ അദ്ദേഹത്തിന്റെ വാഹനത്തെ കൊടിമരത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. ആരാണ് ശാസ്താവിന്റെ വാഹനം? ആരാ? ഉറപ്പാണോ? ആരാണ്? കുതിരയാണ്, അശ്വവാഹനമാണ്. പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട്, ധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ പുലിവാഹനാണെന്ന്. ഒരിക്കലും പുലിയെ അദ്ദേഹം വാഹനമാക്കിയിട്ടില്ല. കഥ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. വളർത്തമ്മയുടെ കള്ള വയറുവേദന മാറ്റുവാനായി കാട്ടിൽ പോയപ്പോൾ ദേവേന്ദ്രൻ പുലിരൂപം കെട്ടിയതാണ്. ഒരാള് പുലിരൂപം കെട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ KSRTC ഒരു പ്രാവശ്യം കയറിപ്പോയി എന്നും പറഞ്ഞ് KSRTC എന്റെ വണ്ടിയാകുമോ? ഞാൻ നിത്യം ഉപയോഗിക്കുന്നതല്ലേ എന്റെ വണ്ടിയാകുള്ളൂ, അല്ലേ? അപ്പൊ KSRTC എന്റെ വണ്ടിയല്ല, അത് സർക്കാരിന്റെയാണ്. എന്റെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ നിത്യം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഭഗവാൻ വെള്ളക്കുതിരയാണ് വാഹനമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് കൊടിമരത്തിന് മുകളിൽ വെള്ളക്കുതിരയായിരിക്കും വാഹനം. അപ്പൊ ഭദ്രകാളിയുടെ വാഹനം എന്താ? ഭദ്രകാളിയുടെ സൈലന്റ് ആയല്ലോ. ഭദ്രകാളിയുടെ വാഹനം എന്താ? ഇത്രയും പ്രഭാഷണം നടക്കുന്ന ക്ഷേത്രമാണ്, പറഞ്ഞില്ല മോശാണ്. ഭദ്രകാളിയുടെ വാഹനം സിംഹ അല്ല, അത് ദുർഗയുടെയാ. വേതാള വാഹനം, വേതാള വാഹിന്യേ നമഃ. വേതാളത്തിന് പുറത്തല്ലേ ഭഗവതി ഇരിക്കണ. കാളിമ്യക സമപ്രഭാം ത്രിനയനം വേതാള കണ്ഠസ്ഥിതാം. വേതാളത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ കാലിട്ടിട്ടിരിക്കുന്ന ഭാവമല്ലേ, അല്ലേ? അപ്പൊ ദുർഗയുടെ വാഹനം ഏതാ? അത് കൃത്യമായിട്ട് പറഞ്ഞു, സിംഹമാണ്. അപ്പൊ ശിവന്റെയോ? നന്ദി, അല്ലേ? അപ്പൊ സുബ്രഹ്മണ്യന്റെയോ? മയില്. കോഴി കൊടിക്കുക എന്നൊരു പ്രമാണമുണ്ട്. മയിലാണെങ്കിലും വേണമെങ്കിൽ കൊടിയിൽ കോഴിയെയും കെട്ടാം, കാരണം അങ്ങനെ ഒരു വിധി പറയുന്നുണ്ട്. കോഴി കൊടിക്കുക എന്നൊരു പ്രമാണമുണ്ട്. മയിൽ തന്നെയാണ്, അല്ലേ? അപ്പൊ സർപ്പങ്ങൾക്ക് വാഹനമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ നാഗരാജാവും നാഗേക്ഷിയും തമ്മിലുള്ള ഒരു പ്രത്യേകത പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? രാജാക്കന്മാരുടെ പത്നിയെ രാജ്ഞി എന്നല്ലേ വിളിക്കുക? പിന്നെ എന്തുകൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ മാത്രം നാഗേക്ഷി എന്ന് വിളിച്ചത്? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, എന്നിട്ട് സംസാരിക്കാന്ന് വെച്ചിട്ടാ. അപ്പൊ ഇത് കഴിയുമല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ സംസാരിച്ചോളാം. രാജാവിന്റെ ഭാര്യയെ രാജ്ഞി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് നാഗരാജാവിന്റെ പത്നിയെ നാഗേക്ഷി എന്ന് വിളിക്കുന്നു? ഇന്ന് വരെ സംശയം ചോദിച്ചിട്ടുണ്ടോ ആരെടെങ്കിലും? എന്തുകൊണ്ട് ചോദിക്കുന്നില്ല?
നാഗദേവതകള്, നാഗരാജാക്കന്മാര് യക്ഷകുലത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരുന്നത്. യക്ഷന്റെ പുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിച്ചത്. യക്ഷപുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ്. മനസ്സിലായോ? ഇതൊക്കെ എഴുതി വെക്കുകയോ മനസ്സിൽ കയറ്റി വെക്കുകയോ ചെയ്യണം. കാരണം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുവാൻ ഹിന്ദു തയ്യാറാവണം. എന്തിനാണ് ഹിന്ദുവിന് 33 കോടി ദേവതകള്? ഒരു ഈശ്വരൻ പോരെ, ഒരു ദേവൻ പോരെ? എന്തിനാണ്? അങ്ങനെ ഒരാൾ സംശയം ചോദിച്ചാൽ അയാൾക്ക് മറുപടി കൊടുക്കുവാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. ഞങ്ങൾക്ക് 33 കോടി ദേവതകളുള്ളത് ഞങ്ങളുടെ ഭക്തിക്കനുസരിച്ച്, ഞങ്ങളുടെ അഭിരുചിക്കനുസരിച്ച്, ഞങ്ങളുടെ മനോനിലവാരത്തിനനുസരിച്ച്, ഞങ്ങളുടെ ദശാകാലത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ്, അല്ലേ? മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുവാൻ ഒരു ഡോക്ടർ പോരെ? പിന്നെ എന്തിനാണ് ഗൈനോക്കോളജിസ്റ്റ്? പിന്നെ എന്തിനാണ് ന്യൂറോ സർജൻ? പിന്നെ എന്തിനാണ് ഓർത്തോയുടെ ഡോക്ടർ? പിന്നെ എന്തിനാണ് പീഡിയാട്രീഷ്യൻ? ചികിത്സയുടെ എളുപ്പത്തിന് അതിനു വേണ്ടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറെ വെച്ചിരിക്കുന്നു, അല്ലെ? എല്ലാവരും MBBS കഴിഞ്ഞിട്ടാ പോവുക ഡോക്ടർ. പക്ഷെ ചികിത്സയുടെ, മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുന്നതിന്റെ എളുപ്പത്തിനാണ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് ഡോക്ടർമാരെ വെച്ചിരിക്കുക. ഇത് തന്നെയാണ് ഹിന്ദുത്വത്തിലെ ദേവതകള്. നമ്മൾക്ക് 9 ദശാകാലങ്ങളില്ലേ, അല്ലെ? ഉണ്ടോ? 9 ദശാകാലങ്ങളുണ്ടല്ലേ? ആദിത്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ, കേതു, ശുക്രൻ. അങ്ങനെ 9 ദശാകാലങ്ങളില്ലേ? ഈ ഓരോ ദശാകാലങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ, ദോഷമുണ്ടാകുമ്പോൾ ആ ദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിഹാരം കിട്ടില്ലേ? അപ്പൊ നമുക്ക് കൈ ഒന്ന് മടങ്ങി, നമ്മള് അസ്ഥിക്കാണ് പ്രോബ്ലം ഉള്ളത്, നമ്മൾ പോകുന്നത് അസ്ഥിരോഗ വിദഗ്ധനെ കാണാനല്ലേ? അപ്പൊ സൂര്യനാണ് നമുക്ക് നീചനായെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോകും? സൂര്യനെ കാണാൻ പോകും, അല്ലെങ്കിൽ ശിവനെ കാണാൻ പോകും. ചൊവ്വയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ഭദ്രകാളിയെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെയോ കാണാൻ പോകും, അല്ലെ? ശനിയാണ് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ശനിയെയോ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെയോ കാണാൻ പോകും. അപ്പൊ ചികിത്സയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡോക്ടർമാരെ വിഭജിച്ച് വെച്ചിട്ടുള്ളത് പോലെ ഭക്തന്റെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് ഈ കണ്ട 33 കോടി ദേവതകളും. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല, എനിക്ക് എല്ലാ ദിവസവും ഉള്ളതല്ലേ? അപ്പൊ ഭക്തന്റെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാ. ഇപ്പൊ എനിക്ക് എല്ലാ ദിവസവും അരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം? പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, അല്ലെ? ഇഡ്ഡലി ഉണ്ടാക്കാം, ഇടിയപ്പം ഉണ്ടാക്കാം, എന്തുണ്ടാക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ദേവതകള്. എന്റെ മൂർത്തി ഒരു ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന ഭാവമാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ അത് ശ്രീകൃഷ്ണനായി. എന്റെ മൂർത്തി സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ധാരാളം ആയുധങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മൂർത്തിയാണെന്ന് ഒരു ഭക്ത ചിന്തിച്ചാൽ അത് ദുർഗയായി. എന്റെ മൂർത്തി ദാരികനെ നിഗ്രഹിച്ച് നിൽക്കുന്ന അഘോര രൂപിണിയാണെന്ന് ചിന്തിച്ചാൽ അത് കാളിയായി. എന്റെ മൂർത്തി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനാണെങ്കിൽ അത് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ രൂപമായി. എന്റെ മൂർത്തി ഗംഗയെ ശിരസിൽ വഹിച്ച് പാർവതീ സമേതനായിട്ടിരിക്കുന്ന മൂർത്തിയാണെന്ന് ചിന്തിച്ചാൽ അത് ശിവനായി. അപ്പൊ ഇത്രയും മഹത്തരമായ, ഇത്രയും ഭക്തിയോടുകൂടി ഈ സമുദ്രം എന്ന രീതിയിൽ കിടക്കുന്ന ഒരു ആചാരം ആർക്കുണ്ട്? ഹിന്ദുവിനുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെ അതിരാവിലെ ഉണർത്തി എണീപ്പിച്ച് നേരെ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം, അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, അല്ലെങ്കിൽ അവളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം. ക്ഷേത്രം എന്താണ്, ആചാരം എന്താണ്, അനുഷ്ഠാനം എന്താണെന്ന് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. 1-ാം തീയതികളിൽ അമ്പലത്തിൽ വരുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? കൈപൊക്കിക്ക്. ഇത്രേ ഉള്ളൂ, വളരെ വിരലിലെണ്ണാവുന്നവരെ കൈപൊക്കുള്ളൂ. കാരണം 1-ാം തീയതി മറന്നു പോകും. നമ്മൾ ഇംഗ്ലീഷ് സംസ്കാരത്തിൽ എപ്പോഴും ജീവിക്കണത്. 12 മണി കഴിയുമ്പോൾ തൻ്റെ കുട്ടീനെ ഉണർത്തി തല്ലി എണീപ്പിച്ച് അവൻ്റെ 5-ാം വയസ്സിൽ 5 മെഴുകുതിരി കത്തിച്ചു വെച്ച് ആ മെഴുകുതിരി ഊതിക്കെടുത്തി അവൻ്റെ 5 വർഷത്തെ നശിപ്പിച്ചിട്ട് കേക്കും മുറിച്ച് അവൻ്റെ വായിലും വെച്ചു കൊടുത്തിട്ട് തിരിച്ചു കിടത്തി ഉറക്കും. എന്ന് പറഞ്ഞാൽ ഭഗവാനെ 1000 കൊല്ലം ഇരുൾ മൂടിക്കിടന്നൊരു ഗുഹയ്ക്കകത്ത് ഒരു ദീപം തെളിച്ചു വെച്ചാൽ 1000 കൊല്ലത്തെ ഇരുട്ട് മാറുമെന്നാണ് ദീപം നമ്മളെ പഠിപ്പിച്ചത്.
ആ കുട്ടിയുടെ ജന്മദിനം എന്ന് പറഞ്ഞിട്ട് 12 മണിക്ക് വിളിച്ചെണീപ്പിച്ച് 5 തിരിയും കത്തിച്ച് വെച്ച് അത് ഊതി അവനെ കൊണ്ട് തന്നെ ആ ദീപത്തെ, എനിക്ക് പ്രകാശം വേണ്ട, എനിക്ക് സച്ചിന്ത വേണ്ട, എനിക്ക് ഇരുട്ട് മതി എന്ന് പറഞ്ഞ് ഊതിക്കെടുത്തിയിട്ടാണ് അവന്റെ ജന്മദിനം ആഘോഷിക്കുക. പിന്നെ അവൻ എങ്ങനെ മയക്കുമരുന്ന് കഴിക്കാതിരിക്കും? കാരണം അമ്മ തന്നെയാണ് ചെയ്യണത്, ഊതിക്കെടുത്തിച്ച് അവന്റെ ഇരുട്ട് അവന്റെ വെളിച്ചത്തെ നശിപ്പിക്കുക. നമ്മുടെ ഹിന്ദു ഭവനങ്ങളിലെല്ലാം നമ്മളുടെ ആചാരപ്രകാരം ജന്മനക്ഷത്ര ഹോമം, ജന്മനക്ഷത്ര പൂജ ഒക്കെ നടത്തും. ശരിയല്ലേ? എന്താ ചെയ്യേണ്ട പിറന്നാളിന്? ബ്രാഹ്മ മുഹൂർത്തത്തിൽ ആ കുട്ടിയെ ഉണർത്തുക, എന്നിട്ട് കുളിപ്പിക്കുക, എന്നിട്ട് മുത്തശ്ശി കയ്യും പിടിച്ച് അല്ലെങ്കിൽ അമ്മയും അച്ഛനും കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ പോവുക. പോകുന്ന വഴിയൊക്കെ കഥകൾ പറയുക, പുരാണങ്ങളൊക്കെ. മക്കളെ, ജന്മദിനം ഇങ്ങനെയാണ്, ഇങ്ങനെ ആഘോഷിക്കണം, മുതിർന്നവരെ ബഹുമാനിക്കണം, ഗുരുക്കന്മാരെ ബഹുമാനിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മുത്തശ്ശിയുടെ കയ്യും പിടിച്ച് ക്ഷേത്രത്തിൽ വരുമ്പോൾ മുത്തശ്ശി പറയും, ഇതാണ് മോനെ അരയാല്, ഇതിൽ ധാരാളം ഓക്സിജന്റെ അളവുണ്ട്, ഇതിന് ചുവട്ടിലിരുന്നാൽ നമുക്ക് നല്ല എനർജി കിട്ടും, ഇതിന് പ്രദക്ഷിണം ചെയ്താൽ നമുക്ക് നല്ല ശാരീരിക ഗുണം കിട്ടും, കാര്യക്ഷമത ഉണ്ടാവും, നല്ല ബുദ്ധിയെ പ്രകാശിക്കും. ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന അവസ്ഥയാണ്. ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവില്ലായ്മ, അജ്ഞത, നമ്മളിലെ ഇരുട്ട് മാറ്റുന്ന സ്ഥലമാണ്. ഇവിടെ ഇരിക്കുന്ന ധർമ്മശാസ്താവാണ്. ധർമ്മശാസ്താവും അയ്യപ്പനും രണ്ടും രണ്ടാണ്. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ആ കുട്ടിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് തൊഴിയിച്ച് തീർത്ഥവും ചന്ദനവും ഒക്കെ വാങ്ങി തൊടിയിച്ച് ആ കുട്ടിയുടെ പേരിൽ ജന്മനക്ഷത്രമാണ് പുഷ്പാഞ്ജലിയൊക്കെ നടത്തി തിരിച്ച് വീട്ടിൽ ചെന്ന് അവന് നല്ല സദ്യയൊക്കെ ഉണ്ടാക്കി അവന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചുറ്റുമിരുത്തി ഒരു വിളക്ക് കത്തിച്ച് ഒരു കലശമൊക്കെ വെച്ച് അതിനെ പൂജിച്ച്, അമ്മയ്ക്ക് തന്നെ പൂജിക്കാം, ജന്മനക്ഷത്ര കലശമാണ്, മോന്റെ പേരിൽ ഒരു വിഷ്ണു പൂജയൊക്കെ സങ്കല്പിച്ച് ചെയ്ത് ആ കലശം ആ കുട്ടിയെ തളിച്ച് അവന്റെ കൂട്ടുകാരെ വിളിച്ച് നല്ല സദ്യ കൊടുക്കണം. അങ്ങനെ വളരുന്ന കുട്ടിയുടെ സംസ്കാരം എന്തായിരിക്കുമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വളരണ്ടേ നമ്മുടെ ആചാരത്തെ? ഹിന്ദുവിന് എന്ത് പഠനമുള്ളത്? സന്ധ്യാസമയത്ത് ഒരു 7-7:30 മണിയാകുമ്പോൾ ക്രിസ്ത്യൻ സഹോദരങ്ങള് അവരുടെ മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ മുട്ടിൽ നിന്ന് കുരിശ് വരച്ചതിന് ശേഷം പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ അവർ ഭക്ഷണം കഴിക്കൂ. നമ്മുടെ വീട്ടിലോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം കയറി വരിക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം തരാന്ന് പറഞ്ഞാൽ ആ വിളക്കെടുത്ത് നിങ്ങളുടെ തലക്കടിക്കും. ഇതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ വ്യത്യാസം. ഇതെല്ലാം പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായ സംസ്കാരം ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നുണ്ടോ? ഇന്ന് പ്രാർത്ഥന കുറഞ്ഞില്ലേ? നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥന, പകരം പൂജാമുറികളായില്ലേ? അല്ലേ? ഇന്ന് വീട് വെക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ഭംഗിയായിട്ടുള്ള ഒരു പൂജാമുറി വെക്കും, അല്ലേ? ആ ഭംഗിയായിട്ടുള്ള പൂജാമുറി വെച്ചിട്ട് അതിനകത്ത് ലോകത്ത് കിട്ടാവുന്ന എല്ലാ പ്രതിമകളും വിഗ്രഹങ്ങളും ഒക്കെ വാങ്ങി വെക്കും. എന്നിട്ടൊരു 5:30 കഴിയുമ്പോൾ അവിടെ ഒരു വിളക്ക് നല്ല എണ്ണയൊക്കെ ഒഴിച്ചങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് വാതിലങ്ങ് അടയ്ക്കും. എന്തിനാണെന്നറിയാവോ? പ്രാർത്ഥിക്കാനല്ല. 6 മണി മുതൽ സീരിയലുണ്ട്, ഏകദേശം ഒരു 10 മണി വരെ അത് കാണാനുള്ളൊരു ത്വരയാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഒരു 7 മണിക്ക് സിനിമയുണ്ട്, അത് കാണാനാണ്. ഈ വിളക്ക് അവിടെ ഇരുന്ന് തനിയെ കത്തി 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 കരിന്തിരി കത്തി അണയും, നമ്മളെ മറന്നു പോകും. പിന്നെ ഈ പൂജാമുറി ഇത്ര ഭംഗി, വലിയ വീട് വെച്ചിട്ട് പൂജാമുറി എന്തിനാ? നാട്ടുകാരെ കാണിക്കാനാ? പ്രദർശന ഭക്തിയാ? എനിക്ക് വലിയ പൂജാമുറി ഉണ്ട്, വലിയ വിഗ്രഹങ്ങളുണ്ട് എന്ന് പ്രദർശന ഭക്തിക്കൊന്നൊരു കാര്യമില്ല. നിലവിളക്ക് നിലത്തിരുന്ന് വിളങ്ങുന്നതാണ് നിലവിളക്ക്. എന്തിനാ നിലവിളക്ക് കത്തിക്കുക സന്ധ്യാസമയത്ത്? നമ്മുടെയൊക്കെ വീട്ടില് എന്തിനാ കത്തിക്കുക? എന്തിനാ നിലവിളക്ക് കത്തിക്കുക? വീട്ടില് കത്തിക്കാറുണ്ടോ? ഇല്ല. ഉണ്ട്. എപ്പോഴാ കത്തിക്കുക? സന്ധ്യാസമയത്ത്, അല്ലെ? ശ്രീസന്ധ്യ എന്ന് പറയുന്ന ത്രിസന്ധ്യ, അല്ലെ? രാവും പകലും കൂടെ സംയോജിക്കുന്ന സമയം. എന്തുകൊണ്ടാണെന്നറിയാവോ? നമ്മുടെ പൂർവികർ കണ്ടെത്തിയ ഒരു സയൻസ് ഉണ്ട് അതില്. നമ്മള് ലക്ഷദീപങ്ങൾ കത്തിക്കുന്ന എപ്പോഴാ? സന്ധ്യക്കല്ലേ? ദീപാവലി എപ്പോഴാ? സന്ധ്യക്കല്ലേ? മൺചിരാതുകൾ കത്തിക്കുന്ന എപ്പോഴാ? സന്ധ്യക്കല്ലേ? എന്തിനാണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശം ഉണ്ടാകുന്ന സമയം സന്ധ്യയ്ക്ക, രാവും പകലും കൂടെ സംയോജിക്കുമ്പോൾ. അപ്പൊ നമ്മുടെ പൂർവികർ കണ്ടെത്തി വിഷാംശത്തെ എങ്ങനെ നീക്കാം. ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ, ആ വാക്ക് ഓർത്തോളണം, നല്ലെണ്ണയല്ല ഞാൻ പറഞ്ഞു, നല്ല വെളിച്ചെണ്ണ. ഓട്ടുവിളക്കിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ദീപം പ്രകാശിക്കുമ്പോൾ അന്തരീക്ഷ ശുദ്ധി ഉണ്ടാകുമെന്ന് പൂർവികർ കണ്ടെത്തി. പ്രകൃതിയിലുള്ള വിഷാംശത്തെ ഓടും നാടൻ നല്ലെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർന്ന് കത്തുന്ന ദീപം വലിച്ചെടുക്കും. അതിനു മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളുടെ ശരീരോഷ്മാവിലേക്ക് ആ ശുദ്ധി ചെയ്ത എനർജിയെ ആ നല്ല ശരീരോഷ്മാവിലേക്ക് കടത്തിവിടും. ആ പ്രാർത്ഥന കഴിഞ്ഞ് ആ അമ്മ അകത്ത് കയറിപ്പോയി മക്കൾക്ക് ഭക്ഷണം കൊടുക്കുകയും മക്കളെ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ എനർജി ആ കുട്ടിയിലേക്ക് പോകും. പക്ഷെ നമ്മൾ പോലും അറിയാതെ പ്രകൃതിയെ സംരക്ഷിക്കല നമ്മൾ നടത്തുക. സന്ധ്യാസമയത്ത് ഒരു വീട്ടിലാണോ ദീപം കത്തുക?
10 കോടി ഹിന്ദുക്കളുണ്ടെങ്കിൽ 5 കോടി ഹിന്ദുക്കളുടെ വീട്ടിൽ ദീപം കത്തില്ലേ? മിനിമം 2 ദീപാകുമ്പോൾ ഒരു 4 കോടി ദീപാവില്ലേ? എത്രയോ ക്ഷേത്രങ്ങളിൽ ലക്ഷദീപം നടക്കാറില്ലേ? എന്താണ് ആ സന്ധ്യാസമയത്ത് പ്രകൃതിയിലുള്ള വിഷാംശത്തെ മുഴുവൻ വലിച്ചെടുത്ത് പ്രകൃതി ശുദ്ധിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ലക്ഷദീപം, കോടി ദീപം ഇവയ്ക്കൊക്കെ പ്രാധാന്യം ഉണ്ടായത്. നിലവിളക്കിന്റെയും പ്രാധാന്യം അതാണ്. നിലത്തിരുന്ന് വിളങ്ങുന്നത് കൊണ്ടാണ് വിളക്കിന് നിലവിളക്കെന്ന് പേര് വന്നത്. ഇന്ന് ഓരോ കച്ചവടക്കാര് ഹിന്ദുവിനെ എങ്ങനെ പറ്റിക്കാമെന്ന് കരുതി ലക്ഷ്മി വിളക്ക്, കാര്യസിദ്ധി താമര വിളക്ക്, ആമ വിളക്ക് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നെ ഇറക്കി. നമ്മൾ നമ്മുടെ നിലവിളക്കെടുത്ത് ഭരണത്ത് വെച്ചു, പകരം തൂക്കുവിളക്കിട്ടു, ലക്ഷ്മി വിളക്കിട്ടു. ഒരു ഗുണവും. കാരണം എന്താണ്? ഈ നിലവിളക്കിന്റെ നിർമ്മിതി തന്നെ ഒരു ദേവശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യ ശരീരം പോലെയാണ്. അതിൽ സ്നേഹമാകുന്ന എണ്ണ ഒഴിച്ച് മനസ്സിനെ പ്രകാശിപ്പിക്കലാണ് ദീപലക്ഷണം. അല്ലാതെ ലക്ഷ്മി വിളക്ക് നമ്മുടെ പുരാണത്തിലില്ല. അഷ്ടലക്ഷ്മി വിളക്ക് ഒട്ടുമില്ല. ഉണ്ടോ? ഏത് പുരാണത്തിലാ? കൂർമ്മ വിളക്കുണ്ടോ? എവിടെയുണ്ട്? ഇനി വരുന്നുണ്ട് വാസ്തുവിളക്ക്. ഇതൊന്നും നമ്മുടെ പുരാണങ്ങളിലുള്ളതല്ല. ഇത് മാന്നാറുള്ളൊരു അയ്യര് അയാൾ ഉണ്ടാക്കിയതാണ് ഈ ഐശ്വര്യം ഉണ്ടാകുന്ന അഷ്ടലക്ഷ്മി വിളക്ക്. പുള്ളിക്ക് ഭയങ്കര ഐശ്വര്യം ഉണ്ടായി. ഹിന്ദുക്കളെല്ലാം ഇത് വാങ്ങി 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 അദ്ദേഹത്തെ കോടീശ്വരനാക്കി. കാര്യസിദ്ധി താമര വിളക്ക് ഒരു ജോസഫ് എന്ന് പറയുന്ന ആള് ഡിസൈൻ ചെയ്തതാ. അയാളും കോടീശ്വരനായി. ചൈനക്കാരും നന്നായി ഹിന്ദുവിനെ കൊണ്ട്. കാരണം ചൈന ചിന്തിച്ചു, ഭാരതത്തിൽ എന്ത് ബിസിനസ് ചെയ്താൽ പച്ച പിടിക്കും. അപ്പൊ അവർക്ക് മനസ്സിലായി, ഐശ്വര്യം 1000 രൂപയ്ക്ക് കൊടുത്താൽ മണ്ടന്മാരായ ഹിന്ദുക്കൾ അത് വാങ്ങും. അങ്ങനെ അവര് ബഡ് ചെയ്തിട്ടൊരു മുള ഇറക്കി. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചോ, നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന്. പണ്ടുകാലത്ത് എല്ലാ തറവാടിന്റെയും തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ഒരു കുളവും കാവും ഉണ്ടായിരുന്നു, മുളങ്കൂട്ടം ഉണ്ടായിരുന്നു. ആ മുള ഇങ്ങനെ ആർത്ത് വളരുന്ന അനുസരിച്ച് ആ കുടുംബത്തില് 5ഉം 10ഉം തലമുറകളായിട്ടുള്ള കൂട്ടുകുടുംബം ഉണ്ടായിരുന്നു, തമ്മിൽ തല്ലാതെ. എന്നീ മുളയൊക്കെ വെട്ടിക്കളഞ്ഞോ അന്നു മുതൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഇല്ലാണ്ടായി. കാരണം എന്താണ്? മുളയ്ക്ക് ശബ്ദതരംഗത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ളൊരു കഴിവുണ്ട്. നമ്മൾ പോടാ എന്ന് പറയുന്നതിനെ പൊയ്ക്കോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള ശബ്ദതരംഗത്തെ ശുദ്ധി ചെയ്യുവാനുള്ള ഒരു കഴിവ് മുളയ്ക്കുണ്ട്. അതുകൊണ്ടല്ലേ സാക്ഷാൽ കണ്ണൻ മുളം തണ്ടിൽ 5 സുഷിരങ്ങൾ ഇട്ടിട്ട് കൂട്ടം തെറ്റിപ്പോയ ഗോക്കളവരെ വിളിച്ചു വരുത്തിയില്ലേ? അപ്പൊ മുളയുടെ ധർമ്മം എന്താണ്? അന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വർണത്തിലോ വെള്ളിയിലോ ഒക്കെ ഓടക്കുഴലിൽ പണിതിട്ട് അത് വെച്ച് കൊണ്ട് നടന്നുകൂടായിരുന്നോ? എന്തുകൊണ്ടാണ് മുളം തണ്ടിൽ സുഷിരങ്ങൾ ഇട്ട് ഓടക്കുഴലിൽ ഊതിയിരുന്നത്? മുളയുടെ ധർമ്മം നമ്മളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ മുളയെല്ലാം പാമ്പ് കയറുമെന്നും പറഞ്ഞ് വെട്ടിക്കളഞ്ഞു. ശ്രീകൃഷ്ണൻ ഓടക്കുഴലുമായിട്ട് നിന്നാൽ ഓടക്കുഴലിൽ വെച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന കൃഷ്ണന്റെ കയ്യിൽ നിന്ന് ഓടക്കുഴലും വാങ്ങി ഹിന്ദു ദൂരെ കളഞ്ഞു. അല്ലെ, എത്രയോ വീട്ടിൽ കളഞ്ഞില്ലേ? ഓടക്കുഴൽ വെച്ചാൽ കൃഷ്ണൻ ഊതിയകറ്റും ഐശ്വര്യം. എവിടെയാ കൃഷ്ണൻ ഐശ്വര്യത്തെ ഊതിയകറ്റുക? കൃഷ്ണന്റെ ഹൃദയമാണ് ഓടക്കുഴൽ. അതില്ലാതെ നിൽക്കുന്ന കൃഷ്ണനെ സങ്കല്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? സ്വന്തം മോൻ അവൻ നന്നായിട്ട് പഠിച്ച് വളർന്ന് വലിയൊരു നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കാതെ ഏതെങ്കിലും മാതാപിതാക്കളുണ്ടോ? ഉണ്ടോ? അവന്റെ ഏറ്റവും വലിയ ആയുധമല്ലേ അവന്റെ പുസ്തകവും പേനയും. നീ ഇനി പുസ്തകവും പേനയും കൈകൊണ്ട് തൊടണ്ടെന്നും പറഞ്ഞിട്ട് ദൂരെ കളയുമോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. അതുപോലെയാണ് ഭഗവാൻ ഓടക്കുഴൽ. ഇത് തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമുക്ക് പരാജയം ഉണ്ടാവും. ഇന്ന് എല്ലാവരും സിന്ദൂരവും ചന്ദനവും ഒക്കെ കൃത്യമായിട്ട് തൊട്ടിട്ട് വന്നിട്ടുണ്ട്. സ്റ്റിക്കർ പൊട്ട് ഞാൻ ഇവിടെ അധികം കണ്ടില്ല. നമ്മൾ ഐശ്വര്യ പൂജക്കൊക്കെ പോകുമ്പോഴേ ഉഷാവുതുപ്പ് തൊടുമ്പോൾ ഏറ്റവും വലിയ സ്റ്റിക്കർ പൊട്ട് തൊട്ടിട്ടാണ് പലരും അമ്പലത്തിൽ പോവുക. അല്ലെ, ശരിയല്ലേ? ശരിക്കും സ്റ്റിക്കർ പൊട്ടൊന്നും തൊട്ടുകൊണ്ട് ക്ഷേത്രത്തിൽ കയറിക്കൂടുക. കാരണം ഈ ചൈതന്യ ഗമനാഗമനം എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു രീതി വെച്ചിട്ട് ചൈതന്യം സ്ത്രീകൾക്ക് നെറ്റിത്തടത്തിലൂടെയും പുരുഷന്മാർക്ക് ഹൃദയപങ്കജത്തിലൂടെയുമാണ്. ഇത് പറയുമ്പോൾ എത്തിസ്റ്റുകൾക്ക് എന്തും പറയാം, ചൈതന്യം ഇവിടെ കൂടെ മാത്രമേ കയറുള്ളൂ, ഇവിടെ കൂടെ മാത്രമേ കയറുള്ളൂ. നമ്മൾ പഠിച്ച നമ്മുടെ ആചാരങ്ങളിൽ കുറെ സയൻസ് കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ക്ഷേത്രത്തിൽ കയറുമ്പോൾ വസ്ത്രം ധരിച്ചുകൂടാ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഷർട്ട് ധരിച്ചുകൂടാ എന്ന് പറഞ്ഞത് ഉപാസകന്മാര് കീറിയതും വെട്ടിയതും തുന്നിയതുമായത് ധരിച്ചുകൂടാ. അതുകൊണ്ടാണ് ഒരു മുണ്ടെടുത്ത് ഒരൊറ്റ മുണ്ട് പുതച്ചിട്ട് കയറാൻ പറയുന്നത്. തുന്നിയതോ കീറിയതോ കട്ട് ചെയ്തതോ ആയിട്ടുള്ളത് ധരിച്ചുകൊണ്ട് ഉപാസന ചെയ്തുകൂടാ. അതുകൊണ്ടല്ലേ ഒറ്റത്തോകർത്ത് കൊടുത്തിട്ട് ഉപാസകന്മാരും സന്യാസിമാരും ഇരിക്കുക. അതല്ലേ ഒറ്റത്തോർത്തെടുത്തിട്ട് ഒരു ഷാൾ ഇടുക. ഇതൊക്കെ കണ്ടിട്ടില്ലേ? അപ്പൊ സ്റ്റിക്കർ പൊട്ട് തൊട്ടുകൊണ്ട് കഴിയാവുന്ന ക്ഷേത്രത്തിൽ പോകണ്ട. അവിടെ പറ്റുമെങ്കിൽ നല്ല അരച്ച ചന്ദനം അങ്ങ് തൊടുക, അല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തില് ഒരു കുളിർമ ഉണ്ടാവില്ലേ?
എന്തിനാ ചന്ദനം തൊടുന്നേ? അതിരാവിലെ ക്ഷേത്രത്തിൽ വന്ന് തീർത്ഥം വാങ്ങി സേവിച്ച് ഒരൽപ്പം ചന്ദനം തൊട്ടാൽ മുഴുവൻ നാഡീഞരമ്പുകളും വന്ന് വൃത്താകൃതിയിൽ സംഗമിക്കുന്ന ആജ്ഞാചക്രം എന്ന് പറയുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ ചന്ദന അങ്ങ് തൊട്ടാൽ മുഴുവൻ ശരീരത്ത് ചന്ദനലേപം ചെയ്തൊരു സുഖം ഉണ്ടാകും, നല്ല ചിന്ത ഉണ്ടാകും. ക്ഷേത്രത്തിൽ പോയി തീർത്ഥമൊക്കെ വാങ്ങാറുണ്ടോ എല്ലാവരും? എങ്ങനെ വാങ്ങും? ഇങ്ങനെ വാങ്ങിയിട്ട് ഒരു ശബ്ദമൊക്കെ കേൾപ്പിച്ച് കുടിച്ചിട്ട്? ഇല്ല, അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ പെരുമ്പാവൂര് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഭക്തരാണ്, അങ്ങനെ ചെയ്യില്ല. ബാലൻസ് വരുന്ന തീർത്ഥം പുറകെ നിൽക്കുന്ന ആളുടെ അല്ല, തലയുടെ പുറകിൽ. ഓക്കെ, അപ്പൊ തീർത്ഥം വാങ്ങേണ്ടതേ ശരിക്കും പറഞ്ഞാല് ഇത് ഈ വിരല് ചൂണ്ടി സംസാരിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ടീച്ചറെ, എനിക്കൊരു സംശയമുണ്ട്. അച്ഛാ, എനിക്കൊരു 1000 രൂപ വേണം. അമ്മേ, ഭക്ഷണം റെഡിയായോ? അല്ലെങ്കിൽ പൂജാരിയുടെ എനിക്കൊരു പുഷ്പാഞ്ജലി വേണം. ഇങ്ങനെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? അപ്പൊ ഈ വിരലിന് എന്തോ ഒരു കുഴപ്പമില്ലേ? അപ്പൊ ഇത് അഹങ്കാരമാണ്, ഇത് ബ്രഹ്മമാണ്, അല്ലെ? അഹങ്കാരത്തെ ബ്രഹ്മത്തിന്റെ കീഴിലേക്ക് ആക്കുക. എന്നിട്ട് ഇങ്ങനെ തീർത്ഥം വാങ്ങുക. ആ കൈക്കുമ്പിളിൽ നാക്ക് മുട്ടുന്നത് കൊണ്ട് ചുണ്ടിൽ തൊട്ടാൽ എച്ചിലാകും. നമുക്ക് തീർത്ഥം കുടിച്ചതിന് ശേഷം ഇനി ചന്ദനം വാങ്ങാനുണ്ട്, അത് തൊടണം, ശേഷം ദേവനെ തൊഴാനുണ്ട്, ചിലപ്പോ ആചാര്യനെ നമസ്കരിക്കാനുണ്ട്. അപ്പൊ അശുദ്ധമായ കൈകൾ കൊണ്ട് പാടില്ലല്ലോ. അപ്പൊ തീർത്ഥം ഇങ്ങനെ വാങ്ങി കൈക്കുമ്പിളിലൂടെയാണ് കുടിക്കേണ്ടത്. ചുണ്ടിൽ തൊടാതെ കൈക്കുമ്പിളിലൂടെ കുടിച്ചിട്ട് ബാലൻസ് വരുന്നത് നിങ്ങളുടെ മുടി ചുറ്റി വെക്കുന്ന ശിഖയിൽ തളിക്കണമെന്നാ പറയണത്. എന്താ ശിഖയിൽ തളിക്കാൻ പറയണത്? മനുഷ്യ ശരീരത്തിൽ കുളിച്ചതിന് ശേഷം ആദ്യം തുകർത്തുന്ന എവിടെയാ? മുതുക. എന്തുകൊണ്ടാ? മനുഷ്യ ശരീരത്തിൽ ശിരസല്ല വെള്ളം ആദ്യം പിടിക്കുന്നത്, നട്ടല്ല. എന്തുകൊണ്ടാ? നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അമ്പലക്കുളത്തിൽ പഴയ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ നിന്നിട്ട് കുളിച്ചിട്ട് ഇങ്ങനെ തുകർത്തിട്ട് കാണിക്കുന്ന കാണാം. എന്താ, അഴുക്ക് പോകാനാണെന്നാ നിങ്ങളുടെ ധാരണ? അല്ല. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ അഭിഷേകം ചെയ്തിട്ട് ആദ്യം തുകർത്തുന്നത് പിൻഭാഗമാണ് ദേവന്റെ. എന്തുകൊണ്ടാണ്? മനുഷ്യ ശരീരത്തിൽ നട്ടലിന് ജലം ആദ്യം പിടിക്കും. നട്ടലിന് ജലം പിടിച്ചാൽ നീർക്കെട്ടലുണ്ടാവും, പനിയുണ്ടാവും. തലയിൽ നിന്നല്ല, നട്ടലിന് നീർക്കെട്ടലുണ്ടാവും, ഉറവ് തട്ടും നട്ടലിന്. ഇത് ഞാൻ പറയുന്നതല്ല, ഡോക്ടർമാരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അപ്പോ ആ നട്ടലിനെ ആദ്യം ഒന്ന് തുകർത്തി ആ ജലത്തേക്ക് ഒപ്പിയെടുക്കും. അതിനുശേഷമാണ് മുഖം. അപ്പൊ എന്താ പറയണം? മുതുകത്ത് മൂദേവി വന്നിരിക്കും, ആദ്യം മുതുക് തുടയ്ക്കൂ എന്ന് പറയും. കാരണം എന്താണ്? ഭക്തിയോട് പറഞ്ഞാൽ പണ്ട് കാലത്ത് കേട്ടിരുന്നു. ഇന്ന് ഭക്തിയോട് പറഞ്ഞാൽ പറയും ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയും. പണ്ട് ഭക്തിയോടുകൂടി കഥാരൂപത്തിൽ പറഞ്ഞു. ഭഗവാൻ ശ്രീരാമൻ സേതുബന്ധനം നടത്തി ശ്രീലങ്കയിൽ പോയി സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നു. ഇത് കഥാരൂപത്തിൽ ഒരു വലിയ നടന്നൊരു സംഭവം നമ്മളൊക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ട് കഥാരൂപത്തിൽ എഴുതി വെച്ചു. നമ്മുടെ തലമുറയോ അതൊക്കെ വെറും കഥയാണെന്ന് പറഞ്ഞു. ഇന്ന് ശാസ്ത്രകാരന്മാർ തെളിയിച്ചു അത് കൃത്യമായി രാമസേതു മനുഷ്യനിർമ്മിതമാണെന്നല്ലേ? തെളിയിച്ചില്ലേ? 101 വരെ ഉണ്ടാക്കിയൊരു കഥയുണ്ട്, ഗാന്ധാരി. മാംസപിണ്ഡം അറുത്ത് 101 കുടത്തിലിട്ട് കൗരവരുണ്ടായി. ഇന്നില്ലേ സംഭവം? IVF, ടെസ്റ്റ് ട്യൂബ് ശിശു ഇന്നില്ലേ? ആരാണ് അഭിമന്യു തന്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന്, അല്ലേ? അഭിമന്യു അല്ലേ? ആരായിരുന്നു? ഞാൻ മറന്നുപോയി. അഭിമന്യു അല്ലേ? പരീക്ഷത്താണോ? ആണോ? പരീക്ഷത്തിന് പണ്ട് തക്ഷകൻ തീണ്ടിയതല്ലേ? അദ്ദേഹം തന്നെയാണ്. ആരും ആയിക്കോട്ടെ, അദ്ദേഹം അമ്മയുടെ വയറ്റിൽ കിടന്ന് പ്രതികാര കഥ കേട്ട് വളർന്ന് വെളിയിൽ വന്ന് യുദ്ധം ചെയ്യാൻ പോയില്ലേ? ഇന്ന് ശാസ്ത്രം തെളിയിച്ചില്ലേ? ഒരമ്മ ഗർഭം ധരിക്കുമ്പോൾ മുതൽ നന്നായി പാടുന്ന അമ്മയാണെങ്കിൽ പ്രസവം കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പാട്ടിനോടൊരു പ്രത്യേക മമത ഉണ്ടാകും, ചിലപ്പോൾ പാടാൻ ശ്രമിക്കും. അമ്മ ആ സമയത്ത് മുഴുവൻ യുദ്ധം ചെയ്ത് ഭർത്താവുമായിട്ട് അടിവെക്കുന്നയാളാണെങ്കിൽ കൊച്ചു വെളിയിൽ വന്നിട്ട് കിയോ 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 എന്നും പറഞ്ഞ് സമാധാനം കൊടുക്കാത്തൊരു കുട്ടിയാവും. ശരിയല്ലേ? അപ്പൊ അമ്മയുടെ ഉദരത്തിൽ വളരുന്നൊരു കുട്ടിക്ക് അമ്മയുടെ മനോനിലയ്ക്ക് അനുസരിച്ച് വളരുവാനുള്ള ഒരു അവസ്ഥയുണ്ടെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹിന്ദു പുരാണം പറഞ്ഞു. ഇന്നത് ശാസ്ത്രമായി. പുഷ്പക വിമാനം എന്ന വിമാനത്തെക്കുറിച്ചും വിമാനങ്ങളെ അളക്കുന്ന ധനുർമുഷ്ടി എന്ന കോലിനെ കുറിച്ചും മഹാമനുഷ്യാലയ ചന്ദ്രിക 2500-3000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിമാനം കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായി? ഇതൊക്കെ പുരാണത്തിൽ പറഞ്ഞിട്ടില്ലേ? പുരാണം ഉണ്ടാക്കിയത് ഇപ്പോഴൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മുടെ പുരാണങ്ങളെല്ലാം എന്താണ്? പുരാണം എന്താണ്? പുരാണം പുര അഭിനവം ഇത്യേതി പുരാണം. പുര
അപി നവം. പുര പഴയത്, അപി ഇപ്പോൾ, നവം പുതിയതുപോലെ. 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയത് അന്നും പുതിയതുപോലെയാണ്, അതിന് ഇന്നെടുത്തു വെച്ചാലും പുതിയതുപോലെയാണ്. പലരും കാലങ്ങൾക്കനുസരിച്ച് അവരുടെ പുരാണങ്ങളെ മാറ്റി എഴുതാറുണ്ട്. പുതിയ നിയമം, പഴയ നിയമം എന്നൊക്കെ പറഞ്ഞിട്ട്. ഹിന്ദുവിന്റെ ഏതെങ്കിലും ഒരു പുരാണം മാറ്റി എഴുതിയിട്ടുണ്ടോ? അന്നുള്ള അതേ അവസ്ഥയിൽ ഇന്ന് നിലനിൽക്കുന്നു. പുര അപി നവം ഇത്യേതി പുരാണം. പുര പഴയത്, അപി എഴുതുന്നോണ്ടാ പറയുന്നത്. പുര അപി നവം, പഴയത് ഇന്നത്തെ പോലെ പുതുമയോടെ നിൽക്കുന്ന അവസ്ഥയാണ് പുരാണം. അപ്പൊ നമ്മുടെ പുരാണങ്ങളെല്ലാം ഏതൊരു കാലഘട്ടത്തെയും കിടപിടിച്ച് നിൽക്കുന്നതാവും, അല്ലെ? ഇവിടെ ശയനപ്രദക്ഷിണം ഉണ്ടോ? ധർമ്മശാസ്ത്ര ക്ഷേത്രത്തില് സ്ത്രീകൾ ചെയ്യാറുണ്ടോ? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എന്തോ? അമ്മ പറഞ്ഞു സ്ത്രീയുടെ മാറിടം ഭൂമിയിൽ സ്പർശിച്ചുകൂടാ. അങ്ങനെയുണ്ടെങ്കിൽ ഭൂസ്പർശം പാടില്ലാത്ത 5 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? പറയൂ. 5 കാര്യങ്ങൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചുകൂടാ. ആ 5 കാര്യങ്ങള് നേരിട്ട് ഭൂമിയിൽ പതിക്കാതിരിക്കുവാൻ നമ്മുടെ പൂജാവിധികളിലൊക്കെ അതിന് അതിപ്രാധാന്യം കൊടുത്തു കാണുന്നു. കാരണം ആ 5 അവസ്ഥകൾ നേരിട്ട് ഭൂമിയിൽ പതിച്ചാൽ ഭൂമി ദേവിക്ക് അതിനെ താങ്ങാൻ പറ്റില്ല എന്നുള്ള നമ്മുടെ വിശ്വാസമാണ്. അപ്പൊ അത് ഏതാണ് ആ 5 അവസ്ഥ? ഒന്ന്, സ്ത്രീയുടെ മാറിടം, അതുകൊണ്ടാണ് സ്ത്രീക്ക് ശയനപ്രദക്ഷിണം പാടില്ലാത്തത്. 2, നിലവിളക്ക്, അതൊരു തട്ടത്തിലോ ഇലയിലോ വെക്കണം. പിന്നെ ജപിക്കുന്നയാളുടെ ആസനം, അതിന് ബ്രാഹ്മണന്റെ ആസനം എന്ന് പറയണം. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയല്ല. ആരാണോ ബ്രഹ്മജ്ഞാനം സിദ്ധിച്ചയാൾ, ആരാണോ ജപിക്കുന്നയാൾ, ആരാണോ യോഗതുല്യർ, ആരാണോ ഉത്തമരായ ഭക്തർ, അവരുടെ ആസനം നേരിട്ട് ഭൂസ്പർശം ചെയ്തുകൂടാ. ജപിക്കുമ്പോഴാണ്, ജപിക്കാത്തപ്പോ എവിടെ വേണേലും ഇരിക്കാം. നമ്മളൊരു മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്നുകൂടാ. അപ്പൊ സ്ത്രീയുടെ മാറിടം, ജപിക്കുന്നയാളുടെ ആസനം, നിലവിളക്ക്, ശംഖ് നിലത്ത് വെച്ചുകൂടാ. അതുകൊണ്ടാണ് ശംഖ് കാലിൽ വെക്കുക. പിന്നെന്താ? ഗ്രന്ഥം. നമ്മുടെ ആചാരം പറയുന്നത് ബ്രാഹ്മണന്റെ ആസനം, സ്ത്രീയുടെ മാറിടം, നിലവിളക്ക്, ശംഖ്, ഗ്രന്ഥങ്ങൾ. ഇത് നേരിട്ട്, ഇപ്പൊ രാമായണവും മഹാഭാരതവും ഒക്കെ നേരിട്ട് വെക്കാറില്ലല്ലോ തറയില്, ഒരു സ്റ്റാൻഡിലല്ലേ വെക്കുക. അപ്പൊ ഗ്രന്ഥങ്ങൾ, നമ്മളുടെ ധർമ്മത്തെ നിലനിർത്തുന്ന നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും നേരെ ഭൂസ്പർശം ചെയ്തുകൂടാ. അത് ആ ദേവനെ വർണ്ണിച്ചെഴുതിയിട്ടുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഈ 5 അവസ്ഥകൾ ഭൂസ്പർശം പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാവരും പോയിട്ടുണ്ടല്ലേ? പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പോയിട്ടുണ്ട് അല്ലേ? പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയിട്ടില്ലേ? പോയിട്ടില്ല. എവിടെയാണ്? അവിടെ. അതാണ്, എനിക്ക് തെറ്റി. നമ്മള് പ്രദക്ഷിണം എങ്ങനെയാ ചെയ്യുക ക്ഷേത്രത്തിൽ പോയാല്? അപ്പൊ അമ്മ പറഞ്ഞു, പൂർണ്ണഗർഭം ധരിച്ചൊരു സ്ത്രീ തലയിൽ ഒരു എണ്ണക്കുടവും വെച്ച് ഒരു കൈ കൊണ്ട് എണ്ണക്കുടത്തിൽ ബാലൻസ് ചെയ്ത് ഒരു കൈ എളിയിൽ കുത്തി എത്ര പതുക്കെയാണോ നടക്കുക അത്ര പതുക്കെ ആയിരിക്കണം പ്രദക്ഷിണം ചെയ്യേണ്ടത്. നിങ്ങളൊക്കെ അങ്ങനെയാണോ ചെയ്യണത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കണമെന്നല്ല പറഞ്ഞേ, പതുക്കെ നടക്കാനാ പറഞ്ഞ, ബാലൻസ് ചെയ്തിട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാ നടക്കുക? അടിവെച്ച് വേണം നടക്കാൻ. ഗുരുവായൂർ പോയിട്ടില്ലേ? ചോറ്റാനിക്കര പോയിട്ടില്ലേ? ചില സ്ത്രീകൾ ഇതാ ഇങ്ങനെ നടക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ ഞാൻ പലരോടും കാര്യം ചോദിക്കുമ്പോൾ അവര് പറയണത് അടിയളന്ന് പ്രദക്ഷിണാണെന്നാ പറയണത്. ഇത് സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ മാത്രം ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രീതിയാണെന്നാ പലരും പറയണത്. അതൊന്നുമല്ല. ഇപ്പൊ അമ്മ പറഞ്ഞതാണ് കാര്യം. എന്താണ്? പൂർണ്ണഗർഭം ധരിച്ച സ്ത്രീ തലയിൽ നിറഞ്ഞു തുളുമ്പുന്ന എണ്ണക്കുടവും വെച്ച് എത്ര എളിയിൽ കൈകുത്തി എത്ര പതുക്കെയാണോ നടക്കുക അതുപോലെ. അപ്പൊ എന്താണ്? പദാൽപദാന്തരംഗത്വ കരൗചലനവർജിത ഹൃദധ്യാനം സ്തോത്രം ഏവം ഗുരിയാൽ പ്രദക്ഷിണം. പങ്കജമുട്ടിന്റെ ആകൃതിയിൽ ഹൃദയത്തിൽ കൈകൾ വെച്ച് പദാൽപദാന്തരം, പാദത്തിന്മേൽ പാദം വെച്ച് അടിവെച്ച് ഏതൊരു ദേവനാണോ തന്റെ വലതുഭാഗത്തിരിക്കുക ആ ദേവനെ ഭജിച്ചുകൊണ്ട് പതുക്കെ പ്രദക്ഷിണം ചെയ്യണം. എന്നാൽ മാത്രമേ പ്രദക്ഷിണം പൂർണ്ണമാകൂ. ഇന്നു മുതൽ ഇവിടെ ചെയ്യില്ലേ? ഈ പ്രഭാഷണം കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങില്ലേ? നിങ്ങൾ ചെയ്യണം. സമയമില്ല, ഇനി സദ്യയുടെ സമയം, ആദ്യത്തെ ക്യൂവിലിരിക്കണം. ഞാൻ അവിടെ എണ്ണീട്ട് വരുമ്പോ ഇവിടെ മുഴുവൻ കറികളൊക്കെ തീർന്നു പോകും. ഇതാണോ ഭക്തി? വ്രതം എടുക്കാൻ വരുന്ന അവസ്ഥ അറിയില്ലേ? പണ്ട് കാലത്ത് അരിയാഹാരമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കപ്പ കിഴങ്ങും അരിയാഹാരം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പൂർവികർ പറഞ്ഞു അരിയാഹാരം ഒരിക്കൽ,
ബാലൻസ് 2 നേരം empty ആയിട്ടിരുന്ന് വ്രതമെടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോവുക, കുളിച്ച് ശുഭവസ്ത്രം ധരിച്ചിട്ട് അവിടെ ഭജനം ഇരിക്കുക. ശേഷം ഭഗവാന്റെ പ്രസാദം, അതാണല്ലോ അരിയാഹാരം, നിവേദ്യം, പടച്ചോറ് തരും, അത് കഴിച്ചുകൊണ്ട് വ്രതം തീർക്കുക എന്ന് പറഞ്ഞു. നമ്മുടെ ബുദ്ധിമതികളായ അമ്മമാരും സഹോദരിമാരും എന്ത് ചെയ്തു? അരിയാഹാരമല്ല ഒരിക്കൽ പറഞ്ഞിട്ടുള്ളൂ. ഏത്തപ്പഴം പുഴുങ്ങിയതും ജ്യൂസ് ഒരു 4 എണ്ണവും 2-3 ടിന്നിലൊക്കെ ആയിട്ട് അമ്പലത്തിൽ കൊണ്ടുവരും. വയറിങ്ങനെ പെട്ടി പോലെ ആകും വരെയും ജ്യൂസും കുടിച്ച് ഏത്തപ്പഴവും കഴിച്ച് അരിയാഹാരവും കഴിച്ച് വ്രതം എടുക്കും. അതല്ല വ്രതം. പണ്ട് അരിയാഹാരം ഉണ്ടായിരുന്നുള്ളൂ, അതിനെ പറഞ്ഞതാണ് അരിയാഹാരം ഒരിക്കലെന്ന്. അങ്ങനെയുണ്ട് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇരുന്നുണ്ണരുത് കിടന്നുറങ്ങരുതെന്ന്. നിങ്ങൾ ഇരുന്നല്ലേ ഉണ്ണുന്നത്, കിടന്നല്ലേ ഉറങ്ങുന്നത്? അപ്പൊ അതിന്റെ യഥാർത്ഥ അർത്ഥം അറിയാഞ്ഞിട്ടല്ലേ? നമ്മൾ എന്തിനാണ് വ്രതമെടുക്കുന്നത്? മാസത്തിൽ ഒന്നെങ്കിലും. ഇവിടെ ഒരു പൊടിമില്ലുണ്ടെങ്കിൽ അതിന് ഞായറാഴ്ച അവധി ഉണ്ടാവും, ആ എഞ്ചിൻ ഒരു ദിവസം തണുക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴെങ്കിലും സ്വന്തം വയറാണെന്ന് വെച്ചിട്ടെങ്കിലും ഒരു അവധി കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ. ഒന്നെങ്കിൽ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ചക്ക കിട്ടിയ ചക്ക കഴിക്കും. സകല സാധനവും ഒരുമാതിരി ഡസ്റ്റ്ബിന്നിലേക്ക്, വേസ്റ്റ് ബിന്നിലേക്ക് ഇടും പോലെ കിട്ടുന്നതെല്ലാം പ്ലാസ്റ്റിക് ആണേലും കൊണ്ട് അവിടെ ഇടും, അല്ലേ? അതൊന്ന് ഡൈജസ്റ്റ് ആവണ്ടേ? ഈ ദഹനരസം ഒന്ന് ഊറി വരണ്ടേ? ഇവിടെ ഇത് ദഹിച്ച് മലമൂത്ര വിസർജനം ചെയ്യണ്ടേ? അപ്പം നമ്മുടെ പൂർവികർ കണ്ടെത്തി ഇയാൾക്ക് ദഹനരസം ഊറി വരുവാൻ മാസത്തിൽ 1 പ്രാവശ്യം 1 നേരം ആഹാരം കഴിച്ച് വ്രതമെടുക്കട്ടെ എന്ന്. നമ്മളിന്ന് എന്താ ചെയ്യുക? വെള്ളിയാഴ്ച വ്രതം, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനിയാഴ്ച വ്രതം, പിന്നെ നല്ല ഭർത്താവിനെ കിട്ടാൻ തിങ്കളാഴ്ച വ്രതം, പിന്നെ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വ്യാഴാഴ്ച വ്രതം. ഇതൊക്കെ കഴിയുമ്പോൾ വിവാഹിതയാണെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പോൾ ഭർത്താവ് ഡിവോഴ്സ് നോട്ടീസ് അയക്കും. എല്ലാ ദിവസവും വ്രതം. കുടുംബജീവിതം നയിക്കണമെങ്കിൽ വ്രതം എടുത്തിട്ട് കാര്യമില്ലല്ലോ. ഒരു വ്രതം എടുക്കാവുള്ളൂ. അവനവന്റെ ആരോഗ്യം അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു വ്രതം. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നയാൾ ഒരു സമയപരിധി വെക്കണം, 11 തിങ്കളാഴ്ച. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറൊരു വ്രതത്തെ ആചരിക്കാവൂ. നിങ്ങൾ അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഷഷ്ടി വന്നാൽ ഷഷ്ടി എടുക്കും, അല്ലെ? ഏകാദശി വന്നാൽ ഏകാദശി എടുക്കും, തിങ്കളാഴ്ച വന്നാൽ തിങ്കളാഴ്ച. ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ വെറും മണ്ടന്മാരാണെന്ന് ഞാൻ പറയും. എല്ലാ വ്രതവും കൂടെ അടിച്ചു കയറ്റി ശരീരവും കളഞ്ഞ് ആരോഗ്യവും കളഞ്ഞ് തൊട്ടടുത്തുള്ള ആശുപത്രിക്കാർക്ക് പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പൂർവീകർ പറഞ്ഞത് അനുസരിക്കാഞ്ഞിട്ടാ. ഒരൊറ്റ വ്രതം ഏകാദശി എടുത്തോ, ഏകാദശി 1 വർഷം എടുക്കൂ, മതി. അതിന്റെ പുണ്യം കിട്ടിയിട്ട് മതി വെള്ളിയാഴ്ച വ്രതം. ഇനി അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ആവശ്യമില്ലാതെ വ്രതം എടുത്തിട്ടോ നാട്ടുകാരെ കാണിക്കാനോ വീട്ടുകാരെ കാണിക്കാനോ ഒന്നും വ്രതം എടുക്കരുത്. അവനവന്റെ ശാരീരികമായ അവസ്ഥയ്ക്കനുസരിച്ച് മാത്രമേ വ്രതം എടുക്കാവൂ. ഒരമ്മ ഷുഗറും പ്രഷറും ബിപിയും കൊളസ്ട്രോളും എല്ലാം ഉണ്ട്. ആ അമ്മ വരികയാണ്, അയ്യോ എനിക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റില്ല, നിങ്ങൾ കളിയാക്കും. ആ അമ്മയുടെ നിഷ്കാമ ഭക്തിയാണ് അമ്മയുടെ വ്രതം. അമ്മ വന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ച അതാണ് ഏറ്റവും വലിയ വ്രതം. അവനവന്റെ ശാരീരികാവസ്ഥയ്ക്ക് അനുസരിച്ച് വ്രതം എടുക്കാവൂ. ഏകാദശി 1 മാസത്തിൽ 2 പ്രാവശ്യം വരും. അപ്പൊ പല ബിരുദന്മാരും 2 വ്രതം എടുക്കുന്ന കാണാം. അങ്ങനെ എടുക്കാൻ പാടില്ല. ഹൈന്ദവാചാരത്തിൽ ഒരു നക്ഷത്രം 2 പ്രാവശ്യം വന്നാൽ 2ാമത്തെ നക്ഷത്രമാണ് ജന്മദിനമായിട്ട് ആചരിക്കുക, മറ്റത് പക്കപ്പിറന്നാളായി. ഏകാദശി 2 പ്രാവശ്യം വന്നാൽ തിഥി ആദ്യം എടുക്കണം. അങ്ങനെ നമുക്ക് നിയമങ്ങൾ നമ്മുടെ പൂർവികർ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതൊന്നും പാലിക്കാറില്ല, അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ണാടി വെക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാവോ? ശുദ്ധമായ ചന്ദനം തൊടാറില്ല, സ്റ്റിക്കർ പൊട്ട് തൊടുന്നു, ശുദ്ധമായ ചന്ദനം തൊടാറില്ല. പിന്നെ ഫോണിന്റെയും മറ്റു കാര്യങ്ങളുടെയൊക്കെ ഉപയോഗം കൂടി അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, ക്ഷേത്രത്തിൽ വന്ന് നിത്യവും നിയമാനുസൃതമുള്ള പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ച് പ്രസാദങ്ങൾ സ്വീകരിച്ച് തിരിച്ച് വീട്ടിൽ പോകുന്നവരുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, അല്ലെ? എല്ലാവരും രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉണരില്ലേ? എത്ര മണിക്ക് ഉണരും? ഒരു 5 മണിക്ക് ശേഷം എന്തായാലും എല്ലാവരും ഉണരും. ഒരു 6-നുള്ളിൽ, അല്ലേ? മതി. നമുക്ക് സരസ്വതിയാമവും ബ്രാഹ്മ മുഹൂർത്തവും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള 3:30 വെളുപ്പിനൊക്കെ നമ്മൾ എണീക്കാറുണ്ട്, അല്ലെ? ക്ഷേത്രങ്ങളൊക്കെ തുറക്കുന്ന ആ സമയത്താ. കാരണം എന്താണ്? പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വിഷാംശമില്ലാത്ത ശുദ്ധവായുവുള്ള സമയമാണതല്ലേ? ആ സമയത്ത് നമ്മൾ ഉണർന്നിട്ട് എന്ത് ചെയ്യും? കുളിക്കും, അല്ലേ? അതിരാവിലെ ഉണർന്ന് കുളിച്ചിട്ടല്ലേ ഇവിടെ എല്ലാവരും അടുക്കളയിൽ കയറുള്ളൂ, ഉറപ്പല്ലേ? പക്ഷെ തല ആടുന്നില്ല ആരുടെയും. ഭർത്താക്കന്മാര് പുറകിലിരുന്ന് ചിരിക്കണം. എന്റെ ഭാര്യ 3 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്, പിന്നെ എങ്ങനെയാ അവള് കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നത്? ഭർത്താക്കന്മാരിരുന്ന് ചിരിക്കണം, ഞാൻ വഴക്കിട്ടിട്ടാ കുളിക്കുന്നതെന്നൊക്കെ അവര് പറയണം. നാണക്കേടാണ്. എല്ലാ ദിവസവും കുളിച്ചിട്ട് അടുക്കളയിൽ കയറുന്നവരൊന്ന് കൈപൊക്കിക്ക്. കൈപൊക്കിയിട്ട് ആലോചിക്കണം, ഇന്ന് ഞാൻ കുളിച്ചിട്ടാണോ കയറിയത്? ആണോ?
ശരിക്കും കുളിച്ചിട്ട് വേണം അടുക്കളയിൽ കയറാൻ. പണ്ട് കാലത്ത് പുതുപ്പെണ്ണ് വരുമ്പോ അമ്മായിയമ്മ വരും, മോളെ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് കുളിക്കണേ, ഇവിടുത്തെ ആചാരമാണ് എന്ന് പറയുന്നത്. ആചാരമല്ല, ആരോഗ്യമുണ്ടാകുന്ന ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ്? അതിരാവിലെ ഉണർന്ന് ജനലും വാതിലും പണ്ടൊക്കെ തുറന്നിടാമായിരുന്നു. ഇന്ന് പെരുമ്പാവൂർ സൈഡ് തുറന്നിടാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല ജനലും വാതിലൊക്കെ. കാരണം അവസാനം കഴുത്തേ കിടക്കുന്ന സാധനം ഒന്നും കാണില്ല. അതുകൊണ്ട് അത്യാവശ്യം ഒരു ജനലൊക്കെ തുറന്നിട്ട് ആ കാറ്റിനെയൊക്കെ ഒന്ന് സ്വീകരിച്ച് അല്ലേ നേരെ കുളിച്ചിട്ട് അടുക്കളയിൽ കയറി. പണ്ട് കാലത്ത് അഗ്നി ജനിപ്പിക്കുമ്പോൾ ഒരു നാളികേരം ഹോമിക്കുമായിരുന്നു ഗണപതിക്കും അഗ്നിക്കുമായിട്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് നല്ലൊരു കാര്യം പറഞ്ഞതാണ് കേട്ടോ അമ്മ. അമ്മയുടെ ഒരു സംശയം ഞാൻ ആൻസറായിട്ട് പറഞ്ഞു എന്നുള്ളൊരു സന്തോഷം എഴുതി അറിയിച്ചതാ. അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന അതിരാവിലെ ഉണർന്ന് കുളിച്ച് അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്ത് ഭർത്താവിനും മക്കൾക്കും കൊടുത്താൽ അവർക്ക് ആരോഗ്യം ഉണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾ 1 മാസം പരീക്ഷിക്കുക. നിങ്ങൾ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുക. 1 മാസം കുളിക്കാതെ അടുക്കളയിൽ കയറി ഭക്ഷണം പാകം ചെയ്യുക. ഈ 2 മാസത്തിലുമുള്ള നിങ്ങളുടെ ആരോഗ്യവും അവസ്ഥയും സമാധാനവും എന്താണെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ സയൻസ് പറഞ്ഞുതരാം. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഭൂമിയായിട്ടൊരു ബന്ധമില്ല. മനുഷ്യ ശരീരം 9 മിനിറ്റ് കഴിഞ്ഞാൽ അശുദ്ധിയാവും. ഭൂമിയിൽ നമ്മുടെ പാദം സ്പർശിക്കുന്നത് കൊണ്ടും ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലമുള്ളത് കൊണ്ടുമാണ് നമ്മൾക്ക് ശുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ശുദ്ധി ഉണ്ടാവില്ല. ഈ കൈയും ഈ കാലും തമ്മിൽ മുട്ടാതെ ഇങ്ങനെ കിടന്നാൽ നമ്മൾ പരാലിസായിപ്പോ, ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് തളർന്നു കിടക്കുന്ന രോഗിയുടെ 2 കൈയും കൂട്ടിത്തിരുമുന്നതും കാല് കൂട്ടിത്തിരുമുന്നതും പരസ്പരം തേക്കുന്നതൊക്കെ. കാരണം എന്താണ്? രക്തചംക്രമണം കറക്റ്റായിട്ട് നടക്കുവാനാണ്. അപ്പൊ നമ്മളൊരു കട്ടിലിൽ ഏകദേശം 6 മുതൽ 8 മണിക്കൂർ ഭൂമിയായിട്ടൊരു ബന്ധമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നിന്നാണ് ഉണരുന്നത്. എങ്ങനെ ഉണരണം? ഏത് ഭാഗം ചരിഞ്ഞുണരണം? വലതുഭാഗം ചരിഞ്ഞുണരണം. കാരണം ബ്ലഡ് ഇങ്ങനെ നിൽക്കുകയാണ്, എങ്ങോട്ട് ഒഴുകാൻ റെഡിയായിട്ട്. അപ്പോഴാണ് അതിരാവിലെ എണീറ്റ് ഇടതുഭാഗം ചരിഞ്ഞിങ്ങ് ഉണരുമ്പോൾ ഈ ബ്ലഡ് എല്ലാം കൂടെ പമ്പ് ചെയ്ത് നേരെ ഹൃദയത്തിലേക്ക് വരും. അത്യാവശ്യം ഒരു ബ്ലോക്കൊക്കെ ഉള്ളയാളാണെങ്കിൽ അത് മതി ശരീരം ഉപേക്ഷിച്ച് അങ്ങ് പോകാൻ. ഇപ്പൊ നമ്മുടെ പൂർവികർ എത്ര സയന്റിഫിക് ആയിട്ടാണ് ഓരോന്ന് എഴുതി വെച്ചിരിക്കുക. ഉണരുമ്പോൾ വലതുഭാഗം ചരിഞ്ഞുണരണം, വലത്തോട്ടുണർന്നിട്ട് വരുമ്പോൾ ബ്ലഡ് കറക്റ്റായി. ആദ്യം ഏത് ഭാഗമാണ് ഭൂമിയിൽ സ്പർശിക്കേണ്ടത്? കൈയാണ്. കാരണം എന്താണ്? ശിരസിലേക്കുള്ള രക്തോട്ടം കറക്റ്റ് ആകാനാണ്, തളർന്നു വീഴാതിരിക്കാനാണ്. വലതുവശം ചരിഞ്ഞുണർന്നിട്ട് ഒന്ന് ഭൂമിയെ സ്പർശിച്ചാൽ ശിരസിലോട്ടുള്ള രക്തചംക്രമണാവസ്ഥ കറക്റ്റ് ആവും. അതിനുശേഷം എന്ത് കണി കാണണം? കൈ തന്നെ കണി കാണണം. ആരെങ്കിലും കണി കണ്ടിട്ട് കാര്യമില്ല. ഞാൻ എന്നെ തന്നെ ഒന്ന് റീഫ്രഷ് ചെയ്യണത്. കരാകര വസതേ ലക്ഷ്മി കരമൂലേ സരസ്വതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ധ്യാനം ഇല്ലേ? അത് ഇങ്ങനെ കയ്യിൽ നോക്കി ചൊല്ലുമ്പോൾ എൻ്റെ ആ ഒരു എനർജിയെ ഞാൻ തന്നെ കണി കണ്ട് ഉണർന്ന് നേരെ കുളിച്ച് അടുക്കളയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ശരീരമൊക്കെ ശുദ്ധിയായിട്ട് അടുക്കളയിൽ കയറുക. അല്ലാതെ കട്ടിൽ കിടന്ന വഴി അടുക്കളയിൽ കയറിയാൽ ഒരു സ്റ്റീൽ പാത്രം എടുത്തു വെക്കും, അതിനകത്തോട്ട് പച്ചവെള്ളം ഒഴിക്കും, അതിനകത്തോട്ട് തേയിലയിടും, എന്നിട്ട് തിളയ്ക്കുമ്പോൾ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മുടെ ശരീരോഷ്മാവ് മുഴുവൻ എർത്തല്ലേ സ്പൂണൊക്കെ, ഇതിലൂടെ എർത്ത് ചെയ്ത് കിടന്നുറങ്ങിയ ഏറ്റവും അശുദ്ധമായ വായുവും അശുദ്ധമായ എനർജിയും ഈ ബ്ലാക്ക് കോഫിയിലേക്ക്, ബെഡ് കോഫിയിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഇളക്കിയാണ് അതിരാവിലെ. ജലം പെട്ടെന്ന് എർത്ത് ചെയ്തില്ലേ ഏത് എനർജിയെയും? ജലം അങ്ങനെ ഇല്ലെങ്കിൽ ഇന്ന് ഇവിടുന്ന് പോയിട്ട് നന്നായിട്ട് വെള്ളത്തിൽ കൈമുക്കണം, എന്നിട്ട് സ്വിച്ച് ബോർഡിൽ നിന്നൊരു വയർ ഇങ്ങനെ ഇടണം, എന്നിട്ട് തൊട്ട് നോക്കണം. നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ബോർഡിലും തൊട്ടാൽ മതി, നിറത്തടിക്കില്ലേ? അതുപോലെയാണ് കാപ്പി ഇങ്ങനെ രാവിലെ കുളിക്കാതെ പോയി പഞ്ചസാരയും തേയിലയിട്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ ആ 8-9 മണിക്കൂർ കിടന്നുറങ്ങിയ ദുഷിച്ച മുഴുവൻ എനർജിയും ബെഡ് കോഫിയായി. ഇതാണ് പഠിക്കാനിരിക്കണ കൊച്ചിന് കൊണ്ടു കൊടുക്കും, മോൻ കുടിച്ചോ നല്ല എനർജി ഉണ്ടാവട്ടെ എന്ന്. വിഷാ കൊടുക്കണത്. ഇപ്പൊ പണിക്ക് പോണ ഭർത്താവിനും കൊടുക്കും, ചേട്ടൻ കുടിച്ചോ ചേട്ടന് ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന്. ഈ ഒരു അവസ്ഥ മാറ്റാനാണ് നമ്മുടെ പൂർവികർ പറഞ്ഞത് കുളിച്ചിട്ട് അടുക്കളയിൽ കയറാൻ. ഏറ്റവും ശുദ്ധമായ മനസ്സും നിർമ്മല ഭക്തിയും നല്ല ശരീരത്തോടു കൂടി. തിരുമേനി എന്നല്ലേ വിളിക്കണേ? ആരെയും വിളിക്കാം തിരുമേനി എന്ന്? നല്ല ദേഹമുള്ളയാൾ അല്ലേ? തിരുമനസ്, നല്ല മനസ്സുള്ളയാൾ. ജാതിയുടെ അടയാളമല്ല തിരുമേനിയും തിരുമനസ്സും. എന്നെയും വിളിക്കാം, ദാ അമ്മയെ എനിക്ക് തിരുമനസ്സെന്ന് വിളിക്കാം, ദാ ഈ ഇരിക്കുന്ന അദ്ദേഹത്തെ എനിക്ക് തിരുമനസ്സെന്ന് വിളിക്കാം. പക്ഷെ അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ടാവണം, മറ്റുള്ളവരെ സഹായിക്കുക എന്നൊരു ചിന്ത ഉണ്ടാവണം, ധർമ്മം ഉണ്ടാകണം. അങ്ങനെയുള്ളവരെ നല്ല പേര് വിളിക്കാം. ഒരു അധ്യാപകനെ അധ്യാപകനെന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും വിളിക്കുവോ നമ്മള്? അല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പൊ ഞാൻ പറഞ്ഞത് 1 മാസം കുളിക്കാതെ അടുക്കളയിൽ കയറുക,
1 മാസം കുളിച്ചിട്ട് അടുക്കളയിൽ കയറുക, നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യത്യാസം തിരിച്ചറിയുക, അതൊരു പ്രധാന കാരണമാണ്. പിന്നെ നമ്മുടെ മക്കൾക്ക് കൃത്യമായി വിളക്ക് കത്തിക്കുമ്പോൾ കൊച്ചുമക്കളെ ഒന്ന് വിളിച്ച് കൂടെ ഇരുത്തുക, എന്നിട്ട് രാമനാമം ജപിക്കുക. ചൊല്ലാറില്ലേ? രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ചൊല്ലാറില്ലേ? അതിൽ നിന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ഞാൻ ഒരിടത്ത് പ്രഭാഷണത്തിന് ഇരുന്നപ്പോൾ ഒരു അമ്മ എണീറ്റ് എന്ന് ചോദിച്ചു, രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം, ഈ രാമപാദം ചേരുന്നത് മോക്ഷ സമയത്തല്ലേ, മരിച്ചതിന് ശേഷം അല്ലേ? അപ്പൊ ഞാൻ ഡെയിലി ഇത് ചൊല്ലുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? നന്നായി മരിക്കുവാനാ. ഞാൻ ജീവിക്കണം നന്നായി മരിക്കുവാനാ. അമ്മ ജീവിക്കണം നന്നായിട്ട് മരിക്കാനല്ലേ? ഒരു 120 വയസ്സ് വരെ ജീവിച്ച് നമ്മൾ രണ്ടുപേരും മരിക്കണമെന്നല്ലേ നമ്മുടെ ആഗ്രഹം? ഇല്ലേ? എന്നാലൊരു 100 വയസ്സ്. അപ്പോ മരിക്കുന്ന കാലം അത്രയും, അമ്മ പറഞ്ഞ വാക്കാണ്, മരിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. മൃത്യുഞ്ജയ ഹോമം നടത്തുന്ന എന്തിനാ? ആയുസൊന്നും കൂട്ടിക്കിട്ടില്ല. മൃത്യുഞ്ജയ ഹോമം നടത്തി അപ്പൊ തീരും ആയുസില്ലെങ്കിൽ. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് നന്നായി മരിക്കുവാനാ. എന്താ ഈ നന്നായി മരിക്കുക? ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഇരിക്കുന്ന അമ്മയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുണ്ട്, 10-12 മക്കളും ഉണ്ട്. എല്ലാവർക്കും ഒരു 5-10 കോടി വീതം അക്കൗണ്ടിൽ ഇട്ടുകൊടുത്ത് അമ്മ ഒരു 6 മാസം ബെഡിൽ കിടക്കുകയാണ്. മൂത്രവും മലമൊക്കെ അവിടെ പോവുകയാണ്. ഈ കോടികൾ മേടിച്ച മക്കൾ വെളിയിലിറങ്ങി നാട്ടുകാരുടെ കൂടെ എന്ന് പറയും, എന്റെ തള്ള ചെയ്ത പാപം ദേ കിടന്ന് അനുഭവിക്കണം. കൂടെ മരുമക്കളും പറയും, തള്ളതേ മലവും മൂത്രമൊക്കെ അവിടെ എടുക്കണതാണ്. നേഴ്സിനെ വെച്ച് നേഴ്സ് വരെ മടുത്തു, നശിച്ച തള്ള മരിക്കുന്നില്ലല്ലോ. ഇങ്ങനെ മരിക്കണതാണോ നല്ലത്? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് കട്ടില്ല മക്കളെ അമ്മ ഒന്ന് മയങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് കിടക്കുമ്പോ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം? ഏത് മരണ ഇഷ്ടം? ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കുന്നതല്ലേ? ഇതിനു വേണ്ടിയിട്ടാ മൃത്യുഞ്ജയ ഹോമം നടത്തണേ. മൃത്യുഞ്ജയ ഹോമ മന്ത്രത്തിന്റെ അർത്ഥം അറിയാവോ? എന്താണ്? ത്രയംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം. ഇനിയൊരു വാക്കുണ്ട്, പൂർവാരു കമിബന്ധനാ മൃത്യുർമുക്ഷീയമാമൃത. നമ്മുടെ ഗുമ്മടിക്കായില്ലേ? എന്താണ്? കുമ്പളങ്ങ വള്ളിയിലാണ് ഉണ്ടാവുക അല്ലെ? മരത്തിലല്ല, വള്ളിയില്. അതിങ്ങനെ ഭൂമിയിലേക്ക് കിടക്കും. പൂർവാരു കമിബന്ധന. മൃത്യുഞ്ജയ മന്ത്രം എന്താണ്? ഈ കുമ്പളങ്ങ ഈ വള്ളിയിൽ നിന്ന് ഭൂമിക്കോ വള്ളിക്കോ ബുദ്ധിമുട്ടില്ലാണ്ട് എങ്ങനെയാണോ പഴുത്ത് പാകമായി ഞെട്ടറ്റു പോകുന്നത്, അതുപോലെ എന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടണമെന്ന് പ്രാർത്ഥിക്കുന്ന മന്ത്ര മൃത്യുഞ്ജയം. അല്ലാതെ മൃത്യുഞ്ജയം നടത്തി ചിരഞ്ജീവിയായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. പിന്നെ മൃത്യുഞ്ജയം എപ്പോഴാ നടത്തുക? ചിലപ്പോൾ ഒരു ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലൊക്കെ കിടക്കുമ്പോൾ ആ ആക്സിഡന്റിൽ നിന്ന് അദ്ദേഹം മോചിതനാവണം. കാരണം എന്താണ്? ഇദ്ദേഹത്തിന് 90 വയസ്സിൽ ശരിക്കും ഈ കുമ്പളങ്ങ വേർപെടുന്ന പോലെ മരിക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആപത്തൊഴിയാനാണ് ആ സമയത്ത് നടത്തുക. യഥാർത്ഥത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നതും മൃത്യുഞ്ജയ പൂജ നടത്തുന്നതും നിങ്ങൾ ആയുസെത്തി മരിക്കാനോ, ഒരാളെയും ഉപദ്രവിക്കാതെ ബെഡിൽ കിടക്കാതെ പൂർണ്ണ ആരോഗ്യവതിയായി ആയുസെത്തുമ്പോൾ മരിക്കണം. അപമൃത്യുവും വരാൻ പാടില്ല. അതിന് അപമൃത്യു ഉണ്ടാകാൻ പാടില്ല, അപകടമരണം ഉണ്ടാകാൻ പാടില്ല, ആശുപത്രി കിടന്ന് മരിക്കാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത്. എത്ര പേർക്ക് അറിയാമായിരുന്നു ഇത്? എല്ലാരും പോയിട്ട് ഭഗവാനെ മൃത്യുഞ്ജയ 4 എണ്ണം കഴിപ്പിച്ചിട്ടുണ്ടേ, വഴിയിലൊന്നും തട്ടിയിടല്ലേ, അതൊന്നും അല്ല. യഥാർത്ഥത്തില് നിങ്ങളെ ആയുസെത്തിച്ച് മരിപ്പിക്കുവാനുള്ള മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. അപ്പൊ കിടന്ന് മരിക്കണോ? വേണ്ടല്ലോ. എന്താ കണ്ണാടി വെച്ച് അദ്ദേഹം ഇങ്ങനെ വെക്കാണ്. പിന്നെ നമ്മുടെ ചില സ്ത്രീകള് ഇപ്പൊ ഷാളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇട്ട് ക്ഷേത്രത്തിലൊരു വരവുണ്ട്, ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച്. അങ്ങനെയൊന്നും ക്ഷേത്രത്തിൽ കയറിക്കൂടാ. ഏറ്റവും പവിത്രമായും ഭക്തിയോടെ ഞാനിങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ ഒന്ന് മടക്കി കുത്തി ക്ഷേത്രത്തിൽ കയറിയാൽ നിങ്ങൾക്കത് കാഴ്ചയിൽ എന്തു തോന്നും? ഞാൻ മുണ്ടും മടക്കി കുത്തി, അവന്റെ ഒരു പോക്ക് കണ്ടില്ല. നിങ്ങളുടെ ഒരു ഒറ്റ വാക്ക് മതി, ചിലപ്പോൾ ഞാൻ പോണ വഴി എവിടെയെങ്കിലും വീഴും. കാരണം അതൊരു ശാപമാണ്, കാണുന്ന ഭക്തന്റെ ശാപം. അപ്പൊ ദേവനെ ബഹുമാനിച്ചില്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ്? ദേവൻ എന്ന് പറയുന്നത് എന്താണ്? ദിവെന്ന ധാതുവിൽ നിന്നും ദേവൻ എന്ന പദമുണ്ടായി. ദൈവം എന്നാൽ എന്താണ്? ദിവെന്ന ധാതുവിൽ നിന്നും ദൈവം എന്ന പദമുണ്ടായി. പ്രകാശമെന്ന അകത്തിരിക്കുന്ന പ്രകാശമാണ്. നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി വന്ന് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണത്.
അപ്പൊ അവിടെ ഒരു ഉത്തമമായ വസ്ത്രധാരണമല്ലേ. ഇപ്പൊ നിങ്ങളൊക്കെ ചുരിദാറൊക്കെ ഇടുന്നവരുണ്ടല്ലേ, ചുരിദാറിന്റെ ഷാൾ ഇങ്ങനെ കഴുത്തില് ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും, ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നിങ്ങൾ ആരെങ്കിലും തൊഴുവോ? ചില ആൾക്കാർ ഇങ്ങനെ എടുത്ത് തലവഴിയൊക്കെ ഇട്ട് ശരിക്കും മുഖം മറച്ചിട്ടൊന്നും ക്ഷേത്രത്തിൽ കയറിക്കൂടാ. തല മറച്ചിട്ടോ. നോർത്ത് ഇന്ത്യയിലുണ്ട്, അവിടെ താന്ത്രിക വിധാനത്തിലുള്ള ക്ഷേത്രമല്ല. നമ്മുടെ ക്ഷേത്രത്തിലെ ചൈതന്യം ഉണ്ടാകുന്നതും നമ്മളിലേക്ക് എത്തുന്നതും വ്യത്യസ്തമാണ്. അപ്പൊ ആ ഷാളൊക്കെ അങ്ങനെ ഇടാതെ കുറച്ച് വൃത്തിയായിട്ടും ഭക്തിയായിട്ടും ഒക്കെ കയറിക്കേ. ഞാൻ സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരോടും പറയുകയാണ്, കള്ളിമുണ്ടൊക്കെ കൊടുത്തിട്ട് കയറും. അതൊന്നും ഒരു ക്ഷേത്രത്തിന് അതുകൊണ്ട് ദോഷമുണ്ടാകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഭക്തിക്ക് നിരക്കാത്ത വസ്ത്രധാരണ രീതി. എന്നാൽ മാന്യമായ വസ്ത്രം ധരിച്ചോളൂ എന്ന് പറയണമെങ്കിൽ ഒരാൾ ഹെൽമറ്റും വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് നല്ല ബനിയനും ഇട്ട് അതിന്റെ മേളിൽ ഒരു ഓവർകോട്ടും ഇട്ട് പാൻറ്റും ഇട്ട് കയറുന്ന മാന്യമായ വസ്ത്രമാണോ? നാണം മറച്ചിട്ടുണ്ട് എന്നും പറഞ്ഞത് മാന്യതയാണോ? ഒരു ക്ഷേത്രത്തിൽ കയറുന്ന വസ്ത്രമാണോ? അല്ലല്ലോ. അപ്പൊ ക്ഷേത്രാചാരങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള വസ്ത്രവിധാനം നല്ലതല്ലേ? അപ്പൊ ചുരിദാർ ഇട്ടോളൂ, പക്ഷെ അതിന് ഒരു മാന്യത വേണം. ഇത്രയും കൈയുള്ള ചുരിദാർ, ഇത്രയും കൈയുള്ള ചുരിദാർ, ഇത്രയും കഴുത്ത് വെട്ടിത്തെറിച്ച ഡ്രസ്സ്, ഇതൊക്കെ ഇട്ടിട്ട് ക്ഷേത്രത്തിൽ വരാൻ പാടില്ല. അത് ക്ഷേത്രത്തിന്റെ നിയമങ്ങൾക്കെതിരാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പല സിറ്റികളിലുള്ള പല ക്ഷേത്രങ്ങളിലും ഞാൻ രഹസ്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയും, അങ്ങ് വന്നത് ഭക്തി കൊണ്ടാണോ? അതെ. അപ്പൊ അങ്ങ് ഈ ദേവനെ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങ് ക്ഷേത്രത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അങ്ങേക്കത് ഒരു ആത്മസാക്ഷാത്കാരം ആകില്ലേ എന്നും പറഞ്ഞിട്ട് ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ജീവിതത്തിൽ അവർ ക്ഷേത്രത്തിൽ വരുമ്പോൾ ആ വസ്ത്രം ഇത് വാശി കാണിക്കലാണ്. അവിടെ ചെന്നപ്പോ പ്രസിഡന്റ് പറഞ്ഞു, നീ കള്ളിമുണ്ടെടുത്തുകൂടാ. എന്നാ പിന്നെ കൂട്ടുകാരെ വിളിക്കും, വാടാ ഒരു 4 പേര് കള്ളിമുണ്ടെടുത്ത് അമ്പലത്തിൽ പോവാം. പ്രസിഡന്റ് 4 പേരുടെ എന്ത് പറയുമെന്ന് നോക്കാമല്ലോ, കൂടുതൽ പറഞ്ഞ ഒരു അടി കൊടുക്കാം. ഈ മനോഭാവം ഹിന്ദുവിനുണ്ട്. കാരണം എന്താ? ഹിന്ദു അല്ല സംസാരിക്കണത്. സന്ധ്യ കഴിഞ്ഞാൽ വേറെ ഏതോ പദാർത്ഥങ്ങളാ സംസാരിക്കണത്. അത് ഹിന്ദുവിൽ കൂടി വരികയാണ്, അല്ലേ? നമ്മളൊക്കെ ജീവിക്കുന്ന എന്തിനാ? നന്നായി മരിക്കുവാനാ. പരധർമ്മമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മറ്റുള്ളവരെ സഹായിച്ചിട്ട് ജീവിക്കുക. ഞാനൊരു ജന്മനക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഈ കേട്ടിരിക്കുന്നവരിൽ നിങ്ങളുടെ മക്കളെ ഇനി അങ്ങനെയല്ലേ ജന്മനക്ഷത്രം നടത്തുള്ളൂ. അത് പറഞ്ഞപ്പോ ഒരു കണ്ണന്റെ വരവാണ് കണ്ടോ, ഒരു കുട്ടിയുടെ വരവാണ്. അപ്പൊ ഭഗവാൻ ആഗ്രഹിക്കുന്നു ധർമ്മശാസ്താവിന്റെ ബാലസ്വരൂപമാവാം, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ ബാലരൂപമാവാം. ആ സമയത്ത് ഓടിപ്പോയി, അല്ല, ഇടത്ത് നിന്ന് വലത്തോട്ടാണ്, ഹൃദയത്തിന് പാരലായിട്ട് ഇങ്ങനെ പോയി. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ ആചരിച്ചാൽ ദേവൻ നിങ്ങളിൽ പ്രസാദിക്കും, നിങ്ങളുടെ കുലത്തിൽ സംസ്കാരം ഉണ്ടാകും, അല്ലേ? വിളക്ക് കത്തിക്കുക. എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കും? 5 തിരിയിടും, 2 തിരിയിടും, 7 തിരിയിടും. അല്ലാതെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ളൂ. തിരിയാണോ ഇടുന്നത്? 2 തിരി കൂട്ടിയിടുക, 5 തിരി കൂട്ടിയിടുക, 10 തിരി കൂട്ടിയിടുക. അതല്ലോ ദീപത്തിനാണ് പ്രാധാന്യം. 2 ദീപം, 5 ദീപം, 7 ദീപം. നിങ്ങൾ എത്ര തിരി കൂട്ടിയിട്ടാലും ഒരു ദീപമല്ലേ ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പൊ 2, 5, 7 എന്ന കണക്കിൽ ദീപം തെളിയിക്കണം. സന്ധ്യാസമയത്ത് തെളിയിച്ചിട്ട് മിനിമം ഒരു മുഹൂർത്തം 40 മിനിറ്റെങ്കിലും കത്തണം. അതിനുശേഷം എന്ത് ചെയ്യണം? അണച്ചു വെക്കണം. എങ്ങനെ അണക്കണം? അങ്ങനെയാണോ അണക്കുന്നത്? പതുക്കെ അത് നമ്മൾക്ക് പ്രകാശം തരുന്ന ഈശ്വരനാണെന്ന് കൽപ്പിച്ച് ഒരു പുഷ്പം കൊണ്ടോ ചന്ദനത്തിരിയുടെ ആ തണ്ട് കൊണ്ടോ പതുക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ കൈക്കുള്ളിലെ കാറ്റുകൊണ്ട് പതുക്കെ അണയ്ക്കാമെന്നുണ്ട്. ഇങ്ങനെയല്ല, കൈക്കുമ്പിളിലെ കാറ്റുകൊണ്ട് അണച്ചു വെക്കണം, അല്ലേ? വിളക്ക് കത്തിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും പറഞ്ഞ് 24 hours കത്തിച്ചു വെക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകുമെന്നും പറഞ്ഞ് രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുമോ? നിങ്ങളില്ലല്ലോ. അതുപോലെ ആവശ്യത്തിന് മാത്രമായിരിക്കണം വിളക്ക് കത്തിക്കുക, അല്ലേ? പണ്ടുകാലത്ത് ചില വീടുകളിൽ 6 മുതൽ 7 വരെ വിളക്ക് കത്തിക്കും. അപ്പൊ 7 മണിക്ക് കരണ്ട് കെട്ടുണ്ട്. അപ്പൊ 6 മുതൽ 7 വരെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉപാധിയാണ് വിളക്ക്. എല്ലാ പ്രാർത്ഥന അതിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ്. എന്നിട്ട് വിളക്കണയ്ക്കുമ്പോൾ പറഞ്ഞു, മോനകത്തെന്ന് വിളിച്ചാൽ അമ്മയെ കരണ്ട് കെട്ടാണ്. അപ്പൊ അമ്മ പറയും, എന്നാ പിന്നെ 7:30 കഴിഞ്ഞ് അണയ്ക്കാം. അപ്പൊ 6 മുതൽ 7 മണി വരെയും ഇത് നമ്മുടെ ഈശ്വരനായിരുന്നു. 7 മുതൽ 7:30 വരെ കരണ്ട് കെട്ടിന് വിളക്ക് വെളിച്ചം തരുന്നൊരു ഉപാധിയായി. അതൊക്കെ പാപമാണ്. ആചരിക്കുകയാണെങ്കിൽ ധർമ്മത്തെ അറിഞ്ഞ് ആചരിക്കണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. എല്ലാ മന്ത്രവും ഗൂഗിളിൽ അടിച്ചാൽ എല്ലാ മന്ത്രവും കിട്ടും. എല്ലാ മന്ത്രവും വായിച്ചിട്ട് സർവൈശ്വര്യത്തിന് മന്ത്രം, ഗൾഫിൽ നിൽക്കുന്ന മകന് പൈസ ഉണ്ടാക്കാൻ കുബേരമന്ത്രം, ആരോഗ്യം ഉണ്ടാകാൻ മൃത്യുഞ്ജയ മന്ത്രം, മറ്റതിന് മന്ത്രം, മറിച്ചതിന് മന്ത്രം, ഇതെല്ലാം ഗൂഗിളിലും യൂട്യൂബിലും കണ്ടിട്ട് കുത്തിയിരുന്ന് ജപിക്കുന്നവരാ നിങ്ങൾ. ഏതെങ്കിലും മന്ത്രം രക്ഷിച്ചോ? ഇല്ല. കാരണം എന്താണ്? ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും കൂടെ കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ?
എന്തായിരിക്കും അവസ്ഥ? മന്ത്രങ്ങളൊക്കെ മനനാത്രായതേ ഇതി മന്ത്ര, അർത്ഥമറിഞ്ഞും അതിന്റെ ഗുണമറിഞ്ഞും മാത്രം ഗുരു ഉപദേശപ്രകാരം ജപിക്കുക. അല്ല എങ്കിൽ ഗുണത്തിലേറെ ദോഷം ചെയ്യും. അല്ലേ? അങ്ങോട്ട് പൊക്കോളൂ എന്ന് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു പൊക്കോളാൻ പറഞ്ഞ് നിങ്ങൾ പോകും. പകരം അങ്ങോട്ട് പൊക്കോളൂ, അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഈ മന്ത്രവും ഈ സൈനും തമ്മിൽ വ്യത്യാസമില്ലേ? ആയില്ലേ? അപ്പൊ മന്ത്രം പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട്. ഒരിക്കൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്തൊരു ആള് വന്നു. ഗുരുജി, ഈ മന്ത്രത്തിന് ശക്തിയുണ്ടോ എന്ന് ചോദിച്ചു. വളരെ സൗമ്യനാണ് സ്വാമി, ഒരാളെ പോലും വഴക്കിട്ടിട്ടില്ല. അപ്പൊ അല്ല, അങ്ങനെ ശക്തി ഉണ്ടെങ്കിൽ ഞാൻ അങ്ങേ വിശ്വസിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇരുന്നാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇരുന്നു. എണീക്കടാന്ന് പറഞ്ഞു. പെട്ടെന്ന് ചാടി എണീറ്റു. കടക്ക് പുറത്തെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ വ്യക്തി നടന്നു പോയപ്പോൾ വിളിച്ചു, കുഞ്ഞേ വരൂ എന്ന് വിളിച്ചു. അപ്പൊ മന്ത്രത്തിന്റെ ശക്തി മനസ്സിലായോ എന്ന് ചോദിച്ചു. പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറഞ്ഞാൽ ഏത് മന്ത്രത്തിന് ശക്തി ഉണ്ടാവും? ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോ ഇരുന്നു. എണീക്കടാ കടക്ക് പുറത്തെന്ന് പറഞ്ഞപ്പോ അറിയാതെ എണീറ്റ് പുറത്തുപോയി. തിരിച്ചു വിളിച്ചു, കുഞ്ഞേ വരൂ. ഇതാണ് മന്ത്രത്തിന്റെ ശക്തി. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് മന്ത്രത്തിനും ശക്തിയുണ്ട്. പക്ഷെ അനാവശ്യമായ മന്ത്രങ്ങളൊന്നും എടുത്ത് ഉപയോഗിക്കേണ്ട. അതൊക്കെ ക്ഷേത്രത്തിൽ അവർ ചൊല്ലിക്കോളും. ഇവിടെ എന്നാ പിന്നെ ഒരു മൃതസഞ്ജീവനി പൂജ കഴിപ്പിക്കാം. പൂജാരി ചൊല്ലുന്ന മന്ത്രം കേട്ട് എന്നിട്ട് പോയി ഗൂഗിളിൽ അടിക്കും, അതെടുത്ത് വെച്ച് ജപിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ ആയുർവേദവും ഹോമിയോയും അലോപ്പതിയും കൂടെ വയറുവേദനയ്ക്ക് കഴിക്കുമ്പോൾ വയറ് ചീത്തകത്തേ ഉള്ളൂ, നിങ്ങളുടെ ആരോഗ്യം പോകും. ആവശ്യമുള്ള ഒരു മന്ത്രം, കീർത്തനങ്ങൾ ഏത് വേണേലും ജപിക്കാം. സ്തുതിച്ച് പാടുന്ന ഏത് മന്ത്രങ്ങളും നിങ്ങൾക്ക് ജപിക്കാം. നിയമാനുസരണമുള്ള ഒരു മന്ത്രമാണെങ്കിൽ അതിന് ഛന്ദസ്സുണ്ടാകും, ഋഷി ഉണ്ടാകും, ഉപചാരമുണ്ടാകും, മൂലമന്ത്രം ഉണ്ടാവും, ധ്യാനമുണ്ടാവും. അത് മുഴുവനായി ജപിച്ചാൽ മാത്രമേ മന്ത്രത്തിന് പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പൊ ആവശ്യമില്ലാത്ത മന്ത്രം വേണ്ട. നിങ്ങൾ രാമനാമം ജപിച്ചോളൂ, അല്ലേ? നിങ്ങൾ അഷ്ടോത്തരം ജപിച്ചോളൂ, ഏത് ദേവന്റെയും. അതൊക്കെ നമുക്ക് ജപിക്കുക. ആവശ്യമില്ലാത്ത അഘോരമന്ത്രം ശത്രുവിനെ സംഹരിക്കുവാൻ വേണ്ടിയിട്ട് രാവിലെ എണീറ്റ് നോം ഹ്രീം സ്പുരസ് പുരസ് പ്രസ്പരസ് പ്രസ്പര കോരകോര എന്ന് പറഞ്ഞിട്ട് ജപിച്ചാൽ ശത്രുവിനെ സംഹരിക്കാൻ പറ്റില്ല. അമ്പലത്തിൽ ശത്രുവിനെ സംഹരിക്കുന്ന പൂജയുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിൽ ശത്രുവിനെ കൊല്ലുന്ന പൂജയുണ്ടോന്നാ ഞാൻ ചോദിച്ചേ. ഇല്ല. ദേവന്മാര് നമ്മൾ കൊടുക്കുന്ന 27 രൂപ 50 പൈസയ്ക്ക് ഒരു ഗുരുതി നടത്തിയാൽ അത് മേടിച്ചിട്ട് മറ്റൊരാളെ കൊല്ലുന്ന ഈശ്വരന്മാര് നമ്മുടെ അമ്പലത്തിലുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ശത്രു സംഹാര പൂജ? ശത്രുവെന്ന മനോഭാവത്തെ സംഹരിച്ച് കളയുന്ന പൂജയാണ്, അല്ലെ? ചിലയിടത്ത് എഴുതി വെക്കും കൈവട്ടക ഗുരുതി. നമ്മൾ പറയണത് എന്താണ്? കൈവെട്ടാങ്കുരുതി. കൈവെട്ടാങ്കുരുതി മോഷ്ടിച്ചാൽ അവന്റെ കൈ വെട്ടിക്കളയുന്ന ഗുരുതിയുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ. കൈവെട്ടാങ്കുരുതി നടത്തിയേക്കാം, അവന്റെ കൈ ദേവി വെട്ടിക്കളയട്ടെ, അല്ലേ? അങ്ങനെ ഒരു ഗുരുതിയില്ല. ഗുരുതിയുണ്ട്, കൈവട്ടക ഗുരുതിയുണ്ട്. വട്ടകം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ വരുന്നതിനെ പിടിയെന്ന് പറയും, അല്ലേ? ഇങ്ങനെ രണ്ട് കൈയും ചേർത്ത് ഇങ്ങനെ തർപ്പണം ചെയ്ത് ഇതിന് വട്ടകം എന്നാ പറയണത്. കൈവട്ടക ഗുരുതി. രണ്ട് കൈയും ചേർത്ത്. വട്ടക നിങ്ങൾ കണ്ടു കാണും. പടകോരി, ചോറ് കോരുന്ന സംഭവം കണ്ടിട്ടുണ്ടോ? പടയ്ക്കുന്നത്, അതും വട്ടകയാണ്. ആ വട്ടകയുടെ ആകൃതിയിൽ കൈകൾ വെച്ചിട്ട് കോരി ഒഴിക്കുന്നതിനെയാണ് കൈവട്ടകം എന്ന് പറയുന്നത്. ഇവിടെ നോട്ടീസിൽ കണ്ടു ഉച്ചപൂജ, ഉഷപൂജ, എതിർത്തു പൂജ, പന്തീരടി പൂജ, ഉദയാസ്തമന പൂജ. എന്താണ് ഇതൊക്കെ? എന്താ ഈ എതിർത്തു പൂജ? ജനിക്കുമ്പോ മുതൽ മരിക്കുന്നവരും കേൾക്കുന്ന പേരാ. എന്താ എതിർത്തു പൂജ? പൂജാരിയും കമ്മിറ്റിക്കാരും കൂടെ എതിർത്ത് നിന്നിട്ട് ചെയ്യുന്ന പൂജയാണോ? പിന്നെന്താ? പന്തീരടി പൂജ എന്താണ്? പൂജാരിക്ക് 12 അടി കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന പൂജയാണോ? ഉഷപൂജ എന്താ? നിർമാല്യ ദർശനം പോലെ തുടങ്ങാം. എന്താ നിർമാല്യ ദർശനം? തലേ ദിവസം ദേവനെ പൂജിച്ച് ചൈതന്യവത്താക്കി വെച്ചിട്ട് അസ്ത്രമന്ത്രം കൊണ്ട് ബന്ധിച്ച് നടയടച്ച് പൂജാരി പോകും. പിറ്റേ ദിവസം സരസ്വതിയാമവും ബ്രാഹ്മമുഹൂർത്തവും കൂടിച്ചേരുന്ന സമയത്ത് ആ നട ദീപാലങ്കാരമായി തുറക്കുമ്പോൾ അതിനകത്ത് തിങ്ങി നിൽക്കുന്ന ചൈതന്യം പുറത്തോട്ട് പോകാൻ വെമ്പൽ കൊണ്ട് നിൽക്കും. അതാണ് കുളിച്ച് ശുഭവസ്ത്രം ധരിച്ച് നമ്മൾ ഇങ്ങനെ വന്ന് ഭഗവാനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കണ്ണിറയെ കാണുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ എനർജി പ്രവഹിക്കും. അതല്ലേ നിർമാല്യ ദർശനം. അതിനുശേഷം അദ്ദേഹം ആ നിർമാല്യമെല്ലാം വാരി വടക്ക് കിഴക്ക് മൂലക്കുള്ള നിർമാല്യ സ്ഥാനത്തിട്ട് ഭഗവാനെ നന്നായി അഭിഷേകം ചെയ്ത് ശുദ്ധി വരുത്തി അലങ്കാരത്തോടു കൂടി
ആദ്യത്തെ പൂജയാണ് ഉഷപൂജ, ഉഷസിൽ ചെയ്യുന്നത്, അല്ലേ? എഴുതിക്കോ. പിന്നെ അതിനുശേഷം ഒരു എതിർത്തു പൂജയുണ്ട്. എന്താണ് എതിർത്തു പൂജ? പണ്ട് കാലത്ത് ടൈം പീസുകളില്ലായിരുന്നു. സൂര്യന്റെ നിഴൽ ബിംബത്തിൽ തട്ടിയിട്ട് നിഴലില്ലാത്തൊരവസ്ഥ വരും. സൂര്യന്റെ നിഴൽ നേരെ ബിംബത്തിൽ അടിച്ചിട്ട് ആ നിഴൽ ബിംബത്തിൽ തന്നെ വീഴുന്നൊരു സമയമുണ്ട്. അതേതാണ്? നട്ടുച്ചയല്ലേ? അപ്പൊ എതിർത്തു പൂജ എന്ന് പറയുന്നത് അതാണ്. സൂര്യന്റെ നിഴൽ, സൂര്യന്റെ പ്രകാശം ബിംബത്തിൽ തട്ടി ആ ബിംബത്തിൽ തന്നെ ആ നിഴൽ വീഴുന്ന സമയത്ത് ചെയ്യുന്ന പൂജയാണ് എതിർത്തു പൂജ. പന്തീരടി പൂജ എന്താ? സൂര്യന്റെ നിഴൽ ബിംബത്തിൽ തട്ടി ആ നിഴൽ അളന്നാൽ 12 അടിയുണ്ടെങ്കിൽ അപ്പോൾ ചെയ്യുന്ന പൂജയാണ് പന്തീരടി പൂജ. പണ്ട് കാലത്ത് സമയം നോക്കുവാൻ ക്ലോക്കുകളില്ലായിരുന്ന സമയത്ത് എഴുതി വെച്ചിട്ടുള്ള പൂർവ്വവാക്യങ്ങളായത്. ഇതിനിപ്പോ ഇവിടെ പ്രഭാഷണത്തിന് വന്നുകൊണ്ടല്ലേ മനസ്സിലായത്. അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കും, പന്തീരടി പൂജയുണ്ട്, എതിർത്തു പൂജയുണ്ട്. ഇനി ഉച്ചപൂജ എന്താ? ഉച്ച സമയത്ത് നടയടക്കുന്നതിന് മുമ്പ് ഭഗവാന് ഹവിസ്, പായസം എല്ലാം സഹിതം നേദിക്കുന്ന പൂജ. ഇങ്ങനെ ഏകദേശം 12 പൂജകൾ ഒരു ദിവസം പൂർണ്ണമായി കഴിപ്പിക്കുന്നതിനെ ഉദയാസ്തമന പൂജ എന്ന് പറയും. അത് ചെയ്യുമ്പോൾ തന്ത്രി വരണമെന്നാണ് നിർബന്ധം. കാരണം അതൊരു ഉത്സവ പ്രതീതിയായിരിക്കും. സാധാരണ ഒരു എമൗണ്ടിലൊന്നും തീരില്ല, ഒത്തിരി ചടങ്ങുകളുണ്ട്. അത് ഉദയാസ്തമന പൂജ. ഇവിടെ നീരാജനം കഴിപ്പിക്കാറുണ്ടോ? പലരും വന്നിട്ട് നീലാഞ്ജനം എന്നൊക്കെ പറയും, അല്ലേ? നീലാഞ്ജനം, നീരാഞ്ജനം എന്നൊക്കെ പറയില്ലേ? ഒക്കെ തെറ്റാ. നീരാജനം, നീരിൽ നിന്ന് ജനിക്കുന്നത്. നീരാജന സമാഭാസം രവിപുത്രമമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം ശനിം ശയനേശ്വരം എന്ന നീരാജനമാണ്. നീരിൽ നിന്ന് ജനിക്കുന്നതാണ്, അല്ലെ? നമ്മളെല്ലാം നീരിൽ നിന്നല്ലേ ജനിക്കുന്നത്, ജലത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും. അപ്പൊ നീരാജന സമാഭാസം ഛായാമാർത്താണ്ഡ സംഭൂതം തം ശനിം ശയനേശ്വരം എന്ന പ്രമാണം. അപ്പൊ ഇതെല്ലാം തിരിച്ചറിയണം. അപ്പൊ നമ്മള് ഒരു ക്ഷേത്രത്തിൽ പോയാല് ഞാൻ പറഞ്ഞു, ആദ്യം ഗോപുരത്തെ വണങ്ങണം, ശേഷം ധ്വജത്തെ വണങ്ങണം, ധ്വജത്തിന് മേളിലെ വാഹനത്തെ വണങ്ങണം, അകത്തോട്ട് കയറി ഭഗവാനെ തൊഴുതുകൊണ്ട് ഭഗവാന്റെ ഇടതുവശത്ത് കന്നിമൂലയിലിരിക്കുന്ന ഗണപതിയെ തൊഴണം. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ നിന്നും പ്രദക്ഷിണം ആരംഭിക്കണം. അവസാനം പ്രസാദം മേടിച്ച് വടക്കോട്ടിറങ്ങണം. വടക്കോട്ടിറങ്ങിയിട്ട് ചുറ്റമ്പലം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് വഴിപാടുകൾ സ്വീകരിച്ച് വീട്ടിലോട്ട് പോകണം. പല ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രമല്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ വടക്കോട്ട് ഇറങ്ങാൻ പറ്റില്ല, കയറുന്ന വഴിയിൽ തന്നെ ഇറങ്ങേണ്ടി വരും. പക്ഷെ മഹാക്ഷേത്ര വിധിയാണെങ്കിൽ കിഴക്ക് നിന്ന് ആരംഭിച്ച് പ്രദക്ഷിണം കഴിഞ്ഞ് വടക്കോട്ട് തന്നെ ഇറങ്ങണം. അതാണ് ക്ഷേത്ര നിയമം. ഇവിടെ വടക്കോട്ടാണോ ഇറങ്ങുന്നത്? ഇവിടെ കിഴക്കോട്ടല്ലേ ദർശനം. കിഴക്കുന്ന് കയറി വടക്കോട്ടല്ലേ ഇറങ്ങുക. ഗുരുവായൂർ പോയാൽ മനസ്സിലാവും, അവിടെ നിയമാനുസൃതമാണ്. കിഴക്ക് നിന്ന് കയറി വടക്കോട്ട് ഇറങ്ങണം. അതാണ്. ഈ വടക്ക് കിഴക്ക് ഭാഗത്തൊരു ശിവലിംഗം വെച്ച് കാണും. എന്താണെന്നറിയാവോ? ശിവനാണെന്നും പറഞ്ഞ് പലരും പോയി പ്രാർത്ഥിക്കാറുണ്ട്. കുറെ ബലിക്കല്ലുകൾ ഇങ്ങനെ കൂട്ടിവെച്ചിട്ടേ അതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിച്ചിട്ടില്ല? ഇന്ന് പോയി ഇതിനകത്തൊന്ന് നോക്കിയാൽ മതി. ഉണ്ട്. എന്താണത്? ശിവനാണോ? അല്ല. സപ്തമാതൃക്കള് ഭഗവാന്റെ വലതുവശത്ത്, അഗ്നി യമന്റെ തൊട്ടടുത്തിരിക്കുന്നതാണ്. സപ്തമാതൃക്കൾ വീരഭദ്രനും ഗണപതിയൊക്കെ. ശ്രീകോവിൽ കിഴക്കോട്ടാണെങ്കിൽ വലതു ഭാഗത്ത് യമഭഗവാൻ ഇരിക്കുന്നവിടെയാണ്. കിഴക്ക് ഇന്ദ്രൻ, തെക്ക് കിഴക്ക് അഗ്നി, നേരെ തെക്ക് യമൻ, തെക്ക് പടിഞ്ഞാറ് നൈരുതി, നേരെ പടിഞ്ഞാറ് വരുണൻ, വടക്ക് പടിഞ്ഞാറ് വായു, നേരെ വടക്ക് കുബേരൻ, വടക്ക് കിഴക്ക് ഈശാനൻ. അങ്ങനെയല്ലേ? അപ്പൊ ഈ ആരാണോ യമൻ വരുന്ന യമന്റെ തൊട്ടടുത്താണ് സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതി ഇരിക്കുന്നത്. 7 പിന്നെ 2 ഗുണം കൂടെ ഇല്ലേ? 9 ഇല്ലേ? സപ്തമാതൃക്കളും വീരഭദ്രനും ഗണപതിയാണത് കേട്ടോ. അപ്പൊ ഇനി അത് മറന്നു പോകരുത്. അഷ്ടദിക്പാലകർ ആരൊക്കെയാ? ഇന്ദ്രൻ, അഗ്നി, യമൻ, നൈരുതി, നിരുതി എന്ന് പറയും, വരുണൻ, വായു, കുബേരൻ, ഈശാനൻ. അങ്ങനെ അഷ്ടദിക്പാലകര്. അതിൽ ഈ ശിവലിംഗം എന്താണെന്നറിയാവോ? ശിവലിംഗം പോലെ ഇരിക്കുന്നത്. ഏതൊരു ഭഗവാനാണോ ശ്രീലകത്തിരിക്കുക, ഭഗവാന്റെ നിർമാല്യത്തെ സ്വീകരിക്കുന്ന നിർമാല്യധാരിയാണത്, ശിവനല്ല. ഏത് ക്ഷേത്രം എടുത്താലും നിർമാല്യധാരിയാണത് കേട്ടോ. നമ്മളുടെ മനസ്സിൽ അമിതമായ അഹങ്കാരം കൂടുമ്പോൾ നമ്മൾ ഈ 5 വിരലിനെ കുറിച്ച് ഓർക്കണം. ഈ 5 വിരലിനും ഒരു കാലത്ത് അഹങ്കാരം ഉണ്ടായിരുന്നു.
അറിയാവോ? ഈ വിരല് പറഞ്ഞു, വിരലുകളിൽ കേമൻ ഞാനാണ്, തള്ളവിരലെന്നാണ് എന്നെ വിളിക്കുക, തള്ളവിരലെന്നാണ് എന്നെ വിളിക്കുക. ഏതൊരു വസ്തു എടുത്തുയർത്തണമെങ്കിലും ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ഞാനില്ലെങ്കിൽ പറ്റില്ല. പണ്ട് കാലത്ത് ഞാൻ കുലച്ചിരുന്നത് വരെയും എൻ്റെ ഈ വിരൽ കൊണ്ടാണ് എന്ന് പറഞ്ഞ് അഹങ്കരിച്ചപ്പോൾ ചൂണ്ടുവിരൽ പറഞ്ഞു, നീ കേമനല്ല, ഞാനാണ് കേമൻ. കാരണം കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ വരെ ചൂണ്ടുമർമ്മത്തിൽ നിർത്തുവാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ഈ വിരലാണ്, അതുകൊണ്ട് ഞാനാണ് കൂട്ടത്തിൽ കേമൻ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ നടുവിരലിനൊരു അഹങ്കാരം ഉണ്ടായി. നിങ്ങൾ ആരും കേമന്മാരല്ല, നടുവിരലെന്നാണ് എന്നെ വിളിക്കുക. എൻ്റെ അപ്പുറത്തും 2 പേര് കാവലുണ്ട്, ഇപ്പുറത്തും 2 പേര് കാവലുണ്ട്, കൂട്ടത്തിൽ ഏറ്റവും ഉയരമുള്ളത് ഞാനാണ്, അതുകൊണ്ട് കേമൻ ഞാനാണെന്ന് പറഞ്ഞു. ഇത് കണ്ട് മോതിരവിരൽ പറഞ്ഞു, നിങ്ങൾ ആരും കേമന്മാരല്ല, നല്ല നല്ല വിശേഷങ്ങൾ നടക്കുമ്പോൾ പവിത്രം ധരിക്കുന്നത് എൻ്റെ ഈ കയ്യിലാണ്, നല്ല സ്വർണങ്ങൾ ആദ്യം ഇടുന്നത് എൻ്റെ ഈ കയ്യിലാണ്, ഒരു ദമ്പതികളെ കൂട്ടിയിണക്കുമ്പോൾ മോതിരമിടുന്ന എൻ്റെ ഈ കയ്യിലാണ്, കൂട്ടത്തിൽ കേമൻ ഞാനാണെന്ന് പറഞ്ഞു. പക്ഷെ ചെറുവിരൽ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണെന്നറിയാവോ? എല്ലാം ഒരമ്മ പറ്റ മക്കളല്ലേ, ഞാൻ എന്തിന് അഹങ്കാരം പറയണം? ഇതുപോലെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രഭാഷണത്തിന് വരുമ്പോൾ ഇതുപോലെ നല്ല അമ്മമാരും അച്ഛന്മാരും നല്ല സഹോദരിമാരും നല്ല സഹോദരന്മാരും ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ തുല്യത പ്രാപിക്കുവാൻ നമസ്തേ എന്ന് പറഞ്ഞ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ കുഞ്ഞൻ വിരലാണ് എന്ന് പറഞ്ഞ് ഈ വിരൽ എല്ലാവരുടെയും അഹങ്കാരത്തെ ശമിപ്പിച്ചു. അപ്പൊ നമസ്തേ എന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങൾക്ക് തുല്യനാണ്, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തുല്യനാണ് എന്ന് പറഞ്ഞ് ഒരാൾ നമസ്തേ പറഞ്ഞാൽ തിരിച്ച് നിങ്ങൾ നമസ്തേ പറയണം. കാരണം അഭിവാദനവും പ്രത്യഭിവാദനവുമാണ്. അപ്പൊ കുഞ്ഞന്മാരിൽ എന്താ പറഞ്ഞേ? പെരുമ്പാവൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അഭിമാനികളായ നിഷ്കാമ ഭക്തിയുള്ള ഭക്തജനങ്ങളും അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും സഹോദരികളും കുഞ്ഞുമക്കളുമുണ്ട്. അവരെ കാണുമ്പോൾ ഏറ്റവും മുന്നിൽ എളിമയോടെ നിൽക്കുന്ന ആൾ ഞാനാണ്. അതുകൊണ്ട് നമ്മൾ ആരും അഹങ്കരിക്കരുത്. നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്തിനേയും സനാതനമായി കാണുന്ന അവസ്ഥ, തുല്യമായി കാണുന്ന അവസ്ഥ, വലിപ്പച്ചെറുപ്പമില്ലാത്ത അവസ്ഥ. ഭാരതീയ സംസ്കൃതിയെ ലോകത്തിന് മുന്നിൽ തുല്യതയോടെ തുറന്നു കാട്ടുന്നൊരവസ്ഥയാണ് സനാതനം എന്ന് പറയുന്നത്. എനിക്ക് അമ്മ തുല്യാണ്, അമ്മയ്ക്ക് ഞാൻ തുല്യാണ്. എൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വേറൊരാൾക്ക് ദ്രോഹമാവാതെ തുല്യമായി നിലനിർത്തുന്ന അവസ്ഥയാണ് സനാതനം. ഞാനൊരു സനാതനി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസത്തെ അവഹേളിക്കാതെ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥ, അതാണ് സനാതനം. ആ ധർമ്മത്തിലാണ് നമ്മൾ ജീവിക്കുക. ആ ധർമ്മം വളർന്നു പന്തലിച്ച് ഇന്ന് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ജപ്പാനിലും ജർമ്മനിയിലും നിങ്ങൾ റഷ്യയിൽ വരെ പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെയൊക്കെ വേദാധ്യയനം ചെയ്യുന്ന ഇംഗ്ലീഷുകാരെ കാണാം, റഷ്യൻസിനെ കാണാം. എനിക്ക് 2017 റഷ്യൻ പാർലമെന്റിൽ നിന്ന് ഒരു അവാർഡ് കിട്ടി. ഞാൻ ഈ അവാർഡ് വാങ്ങാൻ കയറുന്നതിന് മുമ്പ് പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞു, പ്രെയർ ടൈം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു കുരിശൊക്കെ വരച്ചിട്ട് നിൽക്കാം എന്നുള്ള മനോഭാവത്തിൽ നിന്നപ്പോ കുടുമിയുള്ള 11 സായിപ്പന്മാര് കയറി വന്നു. നേരെ നിന്നു. ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാത് സഹസ്രപാത്. സത്യം പറഞ്ഞ എനിക്ക് നാണക്കേടുണ്ടായി. കാരണം എന്താ, എനിക്ക് തെറ്റുകൂടാതെ ചെല്ലാൻ അറിയില്ല. അവര് നല്ല ഭംഗിയായിട്ട് ആരോഹണ അവരോഹണ ക്രമത്തിൽ പുരുഷ സൂക്തം ചൊല്ലി റഷ്യൻ പാർലമെന്റിൽ. അതിനുശേഷം അവിടെ ചടങ്ങ് ആരംഭിച്ചത്. ഇന്നും നിങ്ങൾ അന്വേഷിച്ചറിയാം, റഷ്യൻ പാർലമെന്റ് അടക്കമുള്ള പല പാർലമെന്റുകളും ഇന്ത്യക്ക് വെളിയിൽ വിശേഷാൽ പരിപാടികൾ ആരംഭിക്കുന്നത് പുരുഷ സൂക്തം പോലുള്ള സൂക്തം ജപിച്ചുകൊണ്ടാണ്. നമുക്ക് മഹാവിഷ്ണുവിനെ അറിയാം, ശംഖചക്ര ഗദാപങ്കിതത്തോടുകൂടി. പുരുഷ സൂക്തം ആരെ കുറിച്ചാ? മഹാവിഷ്ണു പണ്ടൊരിക്കൽ വിശ്വരൂപം കാണിച്ചിട്ടുണ്ട്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷ രൂപം, മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാര രൂപം, അതിനെ വർണ്ണിക്കുന്നതാണ് പുരുഷ സൂക്തം. ആ സൂക്തം ചൊല്ലി അവിടെ എന്നെ സ്വീകരിച്ച് എനിക്ക് അവാർഡ് തന്നു. ചെറിയൊരു കാര്യമല്ല. എനിക്ക് അവാർഡ് കിട്ടിയത് കൊട്ടിഘോഷിക്കുകയല്ല, എനിക്ക് നാണക്കേടുണ്ടായത് കൊട്ടിഘോഷിക്കുകയാണ്. എനിക്ക് ചൊല്ലാനറിയില്ലായിരുന്നു. അവിടെ തിരിച്ചു വന്നിട്ട് കാണാതെ ഇരുന്ന് ഞാൻ പഠിച്ചു പുരുഷ സൂക്തം. പിന്നെ ശബ്ദത്തിന് ടൂണൊന്നും ഇല്ലാത്തതുകൊണ്ട് കാക്ക ചിക്കി കളിച്ച പോലെ ആയിരിക്കും ചൊല്ലണത്, കാക്കക്കുട്ടി കല്ലിട്ട പോലെ ആയിരിക്കും ചൊല്ലണത്. എന്നാലും തെറ്റുകൂടാതെ ചൊല്ലാൻ ഞാൻ പഠിച്ചത്. അവിടെ എനിക്കുണ്ടായ അഭിമാനക്ഷതം, അവര് ചൊല്ലുമ്പോ കൂടെ ചൊല്ലി എത്തിയില്ല ഞാൻ. എനിക്ക് നാണക്കേടുണ്ടായി. ഭാരതത്തിന്റെ സംസ്കാരത്തെയും ആചാരത്തെയും അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അവരതിനെ ആചരിച്ചു.
മന്ത്രങ്ങൾ ആരോഹണ അവരോഹണ ക്രമത്തിൽ ചൊല്ലിയാൽ എത്രത്തോളം ശക്തി കിട്ടുമെന്ന് അവർ തെളിയിച്ചു. അതിനവർ വിജയിച്ചു തുടങ്ങി. നമ്മളോ